എന്താണ് എക്സൽ? എക്സൽ ഒരു ഡാറ്റ സ്റ്റോറേജ് ആപ്ലിക്കേഷൻ മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് അനാലിറ്റിക്സ് ടു. സോ നമുക്കൊരു 1 hourനുള്ളിൽ എക്സൽ ഫ്രീ ആയിട്ട് പഠിച്ചാലോ? ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. വെൽക്കം ടു ദ എക്സൽ സെഷൻസ് ഓഫ് എ സ്ക്വയർ ടെക്നോളജീസ്. ഈ ഒരു സെഷനിൽ നമുക്കൊരു 1 hourനുള്ളിൽ എക്സൽ പഠിക്കാം. സോ നമുക്ക് ആദ്യം തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ എന്താണെന്നുള്ളത് നോക്കാം. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ് വിച്ച് ഇസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. സോ വാട്ട് ഈസ് എ സ്പ്രെഡ്ഷീറ്റ്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റോ ആൻഡ് കോളം ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റിനെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് ഡാറ്റാസിനെ ടാബുലർ ഫോർമാറ്റിൽ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് കോൾഡ് സ്പ്രെഡ്ഷീറ്റ്. ഇനി എന്താണ് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ ഫയലിലുള്ളത്? ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ എന്ന് പറയുന്നത് ഒരു വർക്ക് ബുക്കാണ്. ആ വർക്ക് ബുക്കിന്റെ ഉള്ളിൽ ഡിഫറെന്റ് വർക്ക് ഷീറ്റ്സ് ഉണ്ടാകും. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഒരു ഡാറ്റയെ ഡിഫറെന്റ് കാറ്റഗറിയിൽ അറേഞ്ച് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് എക്സൽ ഫയൽസിന്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു മന്ത്ലി എക്സ്പെൻസസിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മന്ത്ലിലെയും എക്സ്പെൻസസ് നമുക്ക് ഓരോ വർക്ക് ഷീറ്റിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. Okay, so we can categorize the data and save it in an Excel file. So that is about workbook and worksheet. ഇനി നമുക്ക് ഈ ഒരു എക്സൽ ഫയലിന്റെ ഇന്റർഫേസ് എന്താണെന്ന് നോക്കാം. എക്സൽ ഫയൽ എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്റ്റാർട്ടിൽ വന്നിട്ട് എക്സൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എക്സൽ ആപ്പ് കിട്ടും. സോ യു വിൽ ബി ഗെറ്റിംഗ് എ സ്ക്രീൻ ലൈക്ക് ദിസ്. ഇതിനെയാണ് നമ്മൾ വെൽക്കം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വെൽക്കം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് ആൻ എക്സൽ ഫയൽ ഫ്രം സ്ക്രാച്ച്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ഡിസൈനും അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ഷീറ്റ്സ് ആണ് സ്പ്രെഡ് ഷീറ്റ്സ് മീൻസ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ടെംപ്ലേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ലോൺ കാൽക്കുലേറ്റർ, ഓർ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് ഹോം ഇൻവെന്ററി ഡീറ്റെയിൽസ്, ഓർ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ബേസിക് ബാലൻസ് ഷീറ്റ്, വീക്ക്ലി അറ്റൻഡൻസ് റിപ്പോർട്ട്, അതിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ യു ക്യാൻ ചൂസ് എ സെയിം ആൻഡ് ക്രിയേറ്റ് ദ ഡാറ്റ. ഞാനിപ്പോൾ എടുക്കുന്നത് ബ്ലാങ്ക് വർക്ക് ബുക്ക് ആണ്, വിച്ച് ഇസ് ദിസ് വൺ. ഇപ്പൊ നമ്മൾ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. ഓക്കെ, സോ ദിസ് ഇസ് എ എക്സൽ വർക്ക് ഷീറ്റ് ആൻഡ് ദിസ് ഇസ് എ വർക്ക് ബുക്ക്. ആക്ച്വലി ഇതിലെ ഫസ്റ്റ് ഷീറ്റ് ആണ് ഇത്. ഓക്കെ, ആൻഡ് ഇതിലെ ഇന്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരു പേര് കാണാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാർ ആണ്. ടൈറ്റിൽ ബാർ ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ വർക്ക് ബുക്ക്. അതായത് നമ്മൾ ഒരു എക്സൽ ഫയലിന് പേര് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ നെയിം ഓഫ് ദ വർക്ക്. ആൻഡ് ഇവിടെ ഈ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ലോഞ്ച് ബാർ. ക്വിക്ക് ആക്സസ് ലോഞ്ച് ബാർ എന്ന് പറഞ്ഞാല് ഈ നമുക്ക് പെട്ടെന്ന് വേണ്ട ബട്ടൺസ്, അതായത് പെട്ടെന്ന് ആവശ്യമുള്ള ലൈക്ക് സേവ്, അൺഡു, റീഡു അങ്ങനത്തെ ബട്ടൺസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ക്വിക്ക് ആക്സസ് ബട്ടൺസ് ആണ്, ക്വിക്ക് ആക്ഷൻ ബട്ടൺ ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി താഴേക്ക് വരുമ്പോ ഈ ഒരു ഏരിയ, ഓക്കെ, ഇതിനെ പറയുന്നത് റിബൺ എന്നാണ്. റിബണിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഈ കണ്ടെയ്ൻസ് ടൂൾസ് ഫോർ ഡൂയിങ് ഓൾ ദ ഓപ്ഷൻസ് ഇൻ എക്സൽ. പക്ഷെ അതിൽ ടൂൾസ് വെറുതെ അല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഇതിനകത്ത് ലൈക്ക് റിബണില് നമുക്ക് ടാബ്സും ഗ്രൂപ്പ്സും ഉണ്ടാവും. സോ റിബൺ കണ്ടെയ്ൻസ് ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ്. സോ ദീസ് ആർ ദ ടാബ്സ് വിച്ച് ഇസ് ഹോം, ഡെവലപ്പർ, ഇൻസേർട്ട്, ഡ്രോ. ഇതൊക്കെയാണ് ടാബ്സ് എന്ന് പറയുന്നത്. ഓരോ ടാബിന്റെ ഉള്ളിലും വി ക്യാൻ സീ എ ഗ്രൂപ്പ്. See, this is a clipboard group, this is font group, this is alignment group, this is number group, this is styles group, etc. So, ഓരോ ടാബിന്റെ അണ്ടറിലും you can see different groups. So, similar കാറ്റഗറിയിൽ വരുന്ന ടൂൾസിനെ ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഓരോ ടാബിലായിട്ടാണ് റിബണിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, which makes easy for us to access a toolbar. So, അത് വെറുതെ റാൻഡംലി ടൂൾസ് സ്കാറ്റേർഡ് ആയിട്ടല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഓരോന്നും ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ഓരോ ഗ്രൂപ്പ് നെയിമിൽ അണ്ടറിൽ പ്ലേസ് ചെയ്തിട്ട് ഓരോ ടാബിന്റെ അണ്ടറിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ നെയിം ബോക്സ്. നെയിം ബോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്പ്ലേസ്
the name of the cell, active cell. Active cell എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിനെയാണ് ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഏരിയ ഇതിനെയാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഫോർമുല ബാർസ് ഡിസ്പ്ലേസ് ദ കണ്ടന്റ് ഓഫ് ദ സെൽ ആക്ച്വലി. സോ ഞാനിപ്പോ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്തു. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു കാൽക്കുലേഷൻ എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഈ സെൽ ഞാൻ എൻ്റർ ചെയ്ത കണ്ടന്റ് എൻ്റർ ചെയ്ത സെല്ലെല്ലാം സെലക്ട് ചെയ്യാൻ നേരത്ത് ആ സെല്ലിന്റെ ഉള്ളിലെ കണ്ടന്റ് ആയിരിക്കും ഈ ഫോർമുല ബാറിൽ ഡിസ്പ്ലേ ചെയ്യാം. ബട്ട് ഇഫ് ഐ എം സെലക്ടിങ് എനി സെൽ വിച്ച് കണ്ടെയ്ൻസ് എ കാൽക്കുലേഷൻ, ഈ സെല്ല് ഞാൻ സെലക്ട് ചെയ്തു, ഇറ്റ് കണ്ടെയ്ൻസ് എ കാൽക്കുലേഷൻ. സോ ഫോർമുല ബാർ വിൽ ഡിസ്പ്ലേ ദ ഫോർമുല ഓഫ് ദ കാൽക്കുലേഷൻ. നോർമലി കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു വെറുതെ നമ്മൾ എൻ്റർ ചെയ്ത ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ കണ്ടന്റ് ഇൻ ദ ഫോർമുല ബാർ. ബട്ട് ഇഫ് ദ സെൽ കണ്ടെയ്ൻസ് എനി കാൽക്കുലേഷൻ, ഫോർമുല ബാർ വിൽ ഷോ ദ ഫോർമുല ഓഫ് ദ കാൽക്കുലേഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ദ ഫോർമുല ബാർ. ഇനി താഴത്തേക്ക് വരുമ്പോൾ ദിസ് ഈസ് എ സ്പ്രെഡ്ഷീറ്റ് ഏരിയ. ഈ സ്പ്രെഡ്ഷീറ്റ് ഏരിയയിൽ നമുക്ക് റോസ് കാണാൻ പറ്റും, കോളംസ് കാണാൻ പറ്റും. ഓൾ ദ കോളംസ് ആർ നെയിംഡ് as ABCD, that is alphabets, and columns are named as all the columns are named as ABCD, that is alphabets, and all the rows are named as 1 2 3 4. Actually ഇതിൽ എത്ര number of rows and columns ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ it is not infinite. Actually നമുക്ക് 10,48,576 റോസ് ഉണ്ട്, അതേപോലെ 16,384 കോളംസ് ഉണ്ട്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കുറെ റോസ് ആൻഡ് കുറെ കുറെ റോസും കുറെ കോളംസും ഉണ്ട് നമുക്ക്. പക്ഷെ ഇത് ഇത്രയും നമ്മൾ റോസ് ആൻഡ് കോളംസ് യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ, ബിക്കോസ് ദർ ഇസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഫോർ എക്സൽ. ദാറ്റ് ഇസ് ആസ് എ ഡാറ്റ ഇൻക്രീസസ് പെർഫോമൻസ് ഓഫ് എക്സൽ ഫയൽ ഡിക്രീസസ്. ഡാറ്റ കൂടുന്തോറും എക്സൽ ഫയല് പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ് കാൺ ഹാൻഡിൽ ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ. സോ നമ്മൾ ഇത്രയും റോസ് ആൻഡ് കോളംസും ഡെഫിനറ്റ്ലി യൂസ് ചെയ്യില്ല. വി വിൽ ഗോ ഫോർ അറൌണ്ട് 10,000 20,000 അത്രയൊക്കെ നമ്മൾ മാക്സിമം പോകുള്ളായിരിക്കും. അതിൽ കൂടുതലൊന്നും നമ്മൾ മേ ബി യൂസ് ചെയ്യുന്നവരുണ്ടാവാം, ബട്ട് ഇറ്റ് വിൽ ഷോ പോർ പെർഫോമൻസ്. അതായത് കുറച്ച് ഹാങ് ഒക്കെ ആവുന്ന ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് സ്പ്രെഡ്ഷീറ്റ്. ഇനി ഈ സ്പ്രെഡ്ഷീറ്റിന്റെ ഉള്ളിൽ ഒരു കോളവും ഒരു റോയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ സെൽ വിച്ച് ഈസ് ഇന്റർസെക്റ്റഡ് ബൈ ദ കോളം സി ആൻഡ് ബൈ ദ റോ 6. സോ ദിസ് ഈസ് കോൾഡ് C6 സെൽ. സോ ഈ സെല്ലിന്റെ പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എ നെയിം ഓഫ് ദ സെൽ ഇസ് ഗിവൺ ബൈ കോളം നെയിം ആൻഡ് എ റോ നെയിം. So our order തെറ്റാൻ പാടില്ല. Column name will be given first and the row name will be given second. So the name of this particular cell is C6. So that's about cells. ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ you can see the name of the sheet. You can rename the sheet from here like that. Okay. So this is a basic interface of Excel file. Now let's see how to enter a data in Excel file. സോ നമ്മളൊരു എക്സൽ ഫയലിൽ ഒരു സെല്ലിൽ സെലക്ട് ചെയ്തിട്ട് ഡാറ്റ എൻ്റർ ചെയ്യാൻ പോകുന്നിട്ട് ദർ ഇസ് എ ടേം കോൾഡ് ഇൻ ദ സെൽ ആൻഡ് ഓൺ ദ സെൽ. സോ അതായത് നമ്മൾ ഒരു സെല്ല് വെറുതെ സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഓൺ ദ സെൽ. ജസ്റ്റ് വി ഹാവ് സെലക്ടഡ് എ സെൽ. ഇനി ഈ സെല്ലിന്റെ ഉള്ളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു കേഴ്സർ വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഇൻ ദ സെൽ. So when I'm selecting a cell, we are just activating that particular cell. That is called on the cell. And if you are double clicking and getting the cursor there, this is called in the cell. ഇനി നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്ത് ഇൻ ദ സെല്ലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഓൺ ദ സെൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഈ സെല്ല് സെലക്ട് ചെയ്തു. ഈ സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഇപ്പോൾ നൗ ഐ ആം ഓൺ ദ സെൽ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഡാറ്റ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഇറ്റ് വിൽ റീപ്ലേസ് ദ ഓൾഡർ ഡാറ്റ ബിക്കോസ് വി വെർ ഓൺ ദ സെൽ. ഞാൻ ഓൺ ദ സെല്ലായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്തത്. അപ്പൊ എനിക്ക് ഈ ഓൾഡർ ഡാറ്റേനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും പുതിയ ഡാറ്റ വരാം. But suppose if I have selected the cell and I am in the cell and typing something, it will add up to the older data.
സോ ഇൻ ദ സെല്ലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പഴയ ഡാറ്റയോട് ആഡപ്പ് ചെയ്ത് വരും. പക്ഷെ ഓൺ ദ സെൽ ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ടൈപ്പിംഗ് സംതിങ് ദാറ്റ് വിൽ റീപ്ലേസ് ദ ഓൾ ഡാറ്റ. Okay, so that is the difference between in the cell and on the cell. So now let's create a title here. I'm going to create monthly expense. Just a title. Okay, so this is a monthly expenses like data which I have written here. ഇനി ഇതിനെ എങ്ങനെയാ ഫോർമാറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോ ടു ഹോം ടാബ്. ഹോം ടാബിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ ഗ്രൂപ്പിൽ നമുക്ക് ഇതിന്റെ ഫോണ്ടും ഫോൺ സൈസും അതിനെ ബോൾഡ് ആക്കുന്നതും കളർ കൊടുക്കുന്നതും എല്ലാം റെഡി ആക്കാൻ പറ്റും. സപ്പോസ് ഇഫ് ഐ വാണ്ട് അനദർ ഫോണ്ട് സംതിങ് ലൈക്ക് ഏരിയൽ. So I've selected the Arial, and if I want the size to be 14, and if you want to make it bold, yeah. So I've selected the font as Arial, and I'm changing the size as 14, and I'm making it bold. Then I'm going to give a color for this font that is green, and I want to give a background color also. So I'm selecting the cell and I'm going to give a background color which is blue. So I've formatted the font like this. So there is format for alignment also, that is top aligned, central aligned, middle aligned, bottom aligned, left aligned, central aligned, and right aligned. Sorry, left aligned. Left align, central align, and right align. So if you choose the option you want, then the data will be aligned to that particular position you have selected. So I'm not giving any alignment option right now. Then we do have wrap text option, which gives you an option to wrap the text inside a particular cell. അതായത് ഇപ്പൊ നമ്മളിപ്പോ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വലിയ ഡാറ്റയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് വെച്ചോ. Hi. This is a reminder for attending the class. Something like this. And I want to make this data hold inside this particular cell. Inside this particular cell only. I don't want to make this data go outside the cell. This cell into data. So you just select the cell and use a wrap text option. Then the data will be aligned in this particular cell only. So this is the use of wrap text option. Okay, so I just formatted the data which I have entered here, that is monthly expenses. Now what I'm going to do is I'm going to type some data over here like this, and so I've written the data, type the data like this, and I'm going to add some expenses over here. Just then
So I have entered some data over here. So there are basically three types of data in Excel. That is number data, text data, then logical data, and one more data type is that is error data. That is, text data is normally a text thing, that is a string which contains characters, special characters, numbers, etc., which is not used for any calculation and all. So that is called text. Number means numerical data that we enter in the Excel file. And logical data means it is basically true or false, which is obtained as a result of any logical statement. That is, if we have given any condition and the result of the condition will be either true or false. And this result is called logical data. That is true or false. Then comes an error data. Error data means many error data are available in Excel. That is something like, I'll show you something like this. That is equal to 10 by 0. Yeah, this is one kind of error data. That is division by 0. So if we have made any mistake in calculations, then we will get division by 0 error. That is, I have given the formula as 10 by 0, which means division by 0 is not possible. So I got a division by 0 error. So this kind of error data is also available in Excel. Now, there are different types of number formats available in Excel. So basically, when you arrange a data or when you store a data, you have to take care about the format of the data. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന ഡാറ്റ, ആ ഡാറ്റയുടെ ഫോർമാറ്റ് എന്താണെന്നുള്ളത്, അതായത് എങ്ങനെയാണ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം, അതിനെ പറ്റിയിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എ കോളത്തിൽ മൊത്തം എന്താണുള്ളത്, ടെക്സ്റ്റ് ഡാറ്റയാണുള്ളത്. സോ പക്ഷെ ഇവിടെ ഈ ഡാറ്റ കിടക്കുന്നത് ഒരു ജനറൽ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് ഡാറ്റ ഫോർമാറ്റിംഗ് ഒന്നുമില്ല, ദ ഡിഫോൾട്ട് ഫോർമാറ്റിംഗ്, അതിനെയാണ് ജനറൽ എന്ന് പറയുന്നത്. സോ എനിക്കിത് ഒരു ടെക്സ്റ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ എം സെലക്ടിങ് ദിസ് പെർട്ടിക്കുലർ സെൽ ആൻഡ് കോളം ആൻഡ് ഐ എം ഗോയിങ് ടു ഹോം ടാബ്, നമ്പർ ഗ്രൂപ്പ്, ഇവിടെ ജനറൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ പോയിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ടെക്സ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിലുള്ള എല്ലാ ഡാറ്റേനെയും ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും ട്രീറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ എനിക്ക് കുറച്ച് ഡേറ്റ് ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, ഇപ്പൊ ഡേറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ഷോർട്ട് ഡേറ്റ് ആൻഡ് ലോങ് ഡേറ്റ് ഓവർ ഹിയർ. ഷോർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞത് ഇതുപോലെ ഇരിക്കും, 23/1/2026 അല്ലെങ്കിൽ 23rd Jan 2026 അങ്ങനെ വരും. ലോങ് ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ 23rd January ഫുൾ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. അതാണ് ലോങ് ഡേറ്റ് എന്ന് പറയുന്നത്. തൽക്കാലം ഞാനിപ്പോൾ ഷോർട്ട് ഡേറ്റ് കൊടുക്കുകയാണ്. സോ ഐ ഗോട്ട് ദ ഡേറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫോർമാറ്റ്. ഇനി എനിക്കിവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ദീസ് ആർ നമ്പർ വാല്യൂസ്. നമ്പർ ആയിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ നമ്പർ ഫോർമാറ്റ് ഉണ്ട്, അപ്പൊ നമ്പറിൽ കൊടുക്കും. പക്ഷെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ മണി വാല്യൂസ് ആണ് അല്ലെ, എക്സ്പെൻസസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഒരു എക്സ്പെൻസ് കറൻസി ഫോർമാറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി ഡു ഹാവ് കറൻസി ഓപ്ഷൻ ഹിയർ. കറൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റുപ്പീസ് എന്നുള്ള സിമ്പിൾ ഫ്രണ്ടിൽ വരും. റുപ്പീസ് അല്ല ഡോളർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്താല് മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മീൻസ് കറൻസിയുടെ സിമ്പിൾസ് ഇവിടെ ഉണ്ടാവും. സോ ഏതൊക്കെ കറൻസീസ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ കറൻസീസ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. Okay, so that's about the different number formats that is available in Excel. ഇനി നമ്മളിപ്പോൾ ഡാറ്റ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ ഇപ്പോൾ ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ മന്ത്ലി ടോട്ടൽ. അപ്പോൾ ജാനുവരി മന്തിന്റെ ടോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ നോ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ റൈറ്റ് നൗ ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് എ സം ഫംഗ്ഷൻ. ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ സം ബൈ ബേസിക് കാൽക്കുലേഷൻ. ദാറ്റ് ഈസ് ഓരോ സെൽസ് സെലക്ട് ചെയ്യുക, പ്ലസ് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. സോ ഐ ഹവ് സെലക്ടഡ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ഐ എം ക്ലിക്കിംഗ് ഓൺ എൻട്രി. സോ ഐ ഗോട്ട് ദ ടോട്ടൽ ഓവർ ഹിയർ. ഓക്കെ, ഇങ്ങനെ ഞാനിപ്പോ ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. ഇനി ഇതേ സെയിം ഇതിന്റെ കാൽക്കുലേഷൻ തന്നെ എനിക്ക് ഫെബ്രുവരിയിലും മാർച്ചിലും ഏപ്രിലും കണ്ടിന്യൂ ചെയ്യണം. സോ ഐ ഡോണ്ട് വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ഡാറ്റ again. അത് നമ്മൾ രണ്ടാമതും ചെയ്യേണ്ട കാര്യമില്ല. ഐ ക്യാൻ കോപ്പി ദ ഫോർമുല ഫ്രം ദിസ് സെൽ ടു അതർ സെൽസ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ സെല്ലിന്റെ ഈ ഒരു ബോട്ടം റൈറ്റ് കോർണറിൽ ഒരു ഫിൽഡ് സ്ക്വയർ കാണാൻ പറ്റും. ഇത് ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ഫിൽ ഹാറ്റ്.
സോ ഈ ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ഫിൽ ഹാൻഡിലിന്റെ അവിടെ കഴ്സർ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. സോ ദ ഫോർമുല വിൽ ബി കോപ്പി ടു അതർ സെൽസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല കോപ്പി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആവാൻ നേരത്തെ നമുക്ക് രണ്ട് ടേംസ് അവിടെ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഒരു ടേം അവിടെ പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് സെൽ റെഫറൻസിങ്. സെൽ റെഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുലയിൽ എങ്ങനെയാണ് നമ്മളൊരു സെല്ലിനെ റെഫറൻസ് ചെയ്യുന്നത്, അതിനെയാണ് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. ദ വേ ഹൗ വി റെഫർ സെൽ ഇൻ എ ഫോർമുല, ദാറ്റ് ഈസ് കോൾഡ് സെൽ റെഫറൻസിങ്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ B3, B4, B5, B6 അങ്ങനെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്, ഓരോ സെല്ലിനെയും റെഫർ ചെയ്തിട്ടുണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സെൽ റെഫറൻസിങ്, ദാറ്റ് ഈസ് absolute referencing and relative referencing. സോ റിലേറ്റീവ് റെഫറൻസിങ് ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള സെൽ റെഫറൻസിങ്. നമ്മളൊരു സെല്ലിനെ റെഫർ ചെയ്യുമ്പോൾ അതിന്റെ പേരും ജസ്റ്റ് അതിന്റെ കോളം നെയിമും റോ നെയിമും വെച്ചിട്ട് റെഫർ ചെയ്യുക, അതിനെയാണ് റിലേറ്റീവ് റെഫറൻസിങ് എന്ന് പറയുന്നത്. റിലേറ്റീവ് റെഫറൻസിങ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഫോർമുല വേറൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോർമുല ആ സെല്ലിന്റെ റിലേറ്റീവ് പൊസിഷനിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ഡേറ്റഡ് ആവും. ഇവിടെ നോക്കി, ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഫോർമുല ഇവിടേക്ക് കോപ്പി ചെയ്തപ്പോൾ ഇവിടെ ഫോർമുല B3, B4, B5 അങ്ങനെയായിരുന്നു. വെൻ ഐ കോപ്പി ദ ഫോർമുല ടു ദിസ് സെൽ I got C3, C4, C5, C6 like that. സോ ഇങ്ങനെ ഫോർമുല അപ്ഡേറ്റ് ആവും. ഈ റിലേറ്റീവ് റെഫറൻസിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോർമുല വിൽ ബി അപ്ഡേറ്റഡ് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് കോൾഡ് റിലേറ്റീവ് സെൽ റെഫറൻസിങ് വിച്ച് ഇസ് എ ഡീഫോൾട്ട് സെൽ റെഫറൻസിങ്. ഇനി ഞാനിവിടെ അതേപോലെ തന്നെ സബ് ടോട്ടൽ കാണാണ്, ദ സെയിം വേ, ദാറ്റ് ഇസ് equal to I'm going to find the subtotal of food. So ഞാൻ January month എടുത്തു, February, March and then April. So I got the subtotal of food. Then ഇത് ഞാൻ copy ചെയ്യാണ് using the fill handle. I'm going to copy it to the total row also. So I got the grand total also here. ഓക്കെ, അപ്പൊ എനിക്ക് എല്ലാ ഫുഡിന്റെയും മീൻസ് എല്ലാ എക്സ്പെൻസസിന്റെയും സബ് ടോട്ടലും കിട്ടി, അതേപോലെ തന്നെ എനിക്ക് ഗ്രാൻഡ് ടോട്ടലും കിട്ടി. നൗ ഹിയർ കംസ് എ ഗെയിം ചേഞ്ചർ. അതായത് ഞാൻ ഇവിടെ പെർസെൻറ്റേജ് കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഈ പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സബ് ടോട്ടൽ ബൈ ഗ്രാൻഡ് ടോട്ടൽ ഇൻറ്റു 100 വിച്ച് വിൽ ഗിവ് യു ദ പെർസെൻറ്റേജ്. നൗ ഫോർ ദ ടൈം being I am not going to find the percentage. I am just finding sub total by grand total. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. സബ് ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഇനി ഞാൻ എൻറ്റർ അടിച്ചു. സോ ഐ ഗോട്ട് ആൻ ആൻസർ ഓവർ ഹിയർ. സോ ഐ എം ട്രൈങ് ടു കോപ്പി ദ ഫോർമുല ടു അതർ സെൽസ്, ബട്ട് ഐ ഗോട്ട് ആൻ എറർ, ദാറ്റ് ഇസ് ഡിവിഷൻ ബൈ 0. ഇതെന്താ ഇങ്ങനെ ഡിവിഷൻ ബൈ 0 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഫോർമുല എഴുതിയപ്പോൾ ഇറ്റ് വാസ് F3/F9. ഞാനിത് കോപ്പി ചെയ്യാൻ നേരത്തെ ഇത് റിലേറ്റീവ് റെഫറൻസിങ്ങും ആണ്. അപ്പൊ ഞാനിത് കോപ്പി ചെയ്യാൻ നേരത്ത് അതെന്താവും, അപ്ഡേറ്റഡ് ആവും. F3 എന്താവും, F4 ആവും, F9 എന്നുള്ളത് F10 ആവും. നമുക്ക് വേണ്ടത് എപ്പോഴും ഡിവിഷൻ ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് താഴെ വരണം, ഡിവൈഡർ ആയിട്ട് വരേണ്ടത് ദാറ്റ് ഇസ് ഈ ഗ്രാൻഡ് ടോട്ടൽ ആണ്. അത് എനിക്ക് മാറാൻ പാടില്ല. പക്ഷെ ഞാനിവിടെ റിലേറ്റീവ് റെഫറൻസ് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫോർമുല കോപ്പി ചെയ്യാൻ നേരത്ത് ഫോർമുല റിലേറ്റീവ് പൊസിഷനനുസരിച്ചിട്ട് അപ്ഡേറ്റഡ് ആവും. അപ്പൊ F4 F9 എന്നുള്ളത് F10 ആവും, പിന്നെ F11 ആവും, F12 ആവും, ലൈക്ക് ദാറ്റ്. സോ ഈ F9 എന്നുള്ളത് എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, അറ്റ് ടൈംസ് നമുക്ക് ചില ഫോർമുലയില് ചില സെൽ റെഫറൻസിങ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ടി വരും. ദ സെയിം സെൽ ഹാസ് ടു ബി യൂസ്ഡ് ഇൻ എവറി ഫോർമുല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ആ സെല്ലിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അതിനെയാണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫോർമുല കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ സെൽ വോണ്ട് ഗെറ്റ് അപ്ഡേറ്റഡ്. അതായത് നമ്മൾ ഫോർമുല കോപ്പി ചെയ്യാൻ നേരത്ത് ആ സെല്ലിന്റെ റിലേറ്റീവ് പൊസിഷനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആബ്സല്യൂട്ട് റെഫറൻസിങ് വെച്ചിട്ടുള്ള സെല്ല് അപ്ഡേറ്റഡ് ആവില്ല. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ കോപ്പി ചെയ്യാനായിട്ട് പോവാണ്. സോറി, ഇപ്പൊ ഞാൻ ഇതിനെ എങ്ങനെയാ
ആബ്സല്യൂട്ട് റെഫറൻസിങ് ആക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ ഇത് F9 ആണ് എനിക്ക് ആബ്സല്യൂട്ട് ആക്കേണ്ടത്, F3 എനിക്ക് ആക്കണ്ട. കാരണം ഞാൻ കോപ്പി ചെയ്യുമ്പോൾ F3 ഹാസ് ടു ബി ചേഞ്ച് ബിക്കോസ് ഇതിന്റെ സബ് ടോട്ടൽ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിസിറ്റി ബില്ലിന്റെയാണ്. അപ്പൊ F3 എന്നുള്ളത് F4 ആവണം, പക്ഷെ എനിക്ക് F9 ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ F3 ഹാസ് ടു ബി ഇൻ റിലേറ്റീവ് റെഫറൻസ് ആൻഡ് F9 ഹാസ് ടു ബി ഇൻ ആബ്സല്യൂട്ട് റെഫറൻസ്. സോ F9നെ ആബ്സല്യൂട്ട് റെഫറൻസ് ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ റോയുടെ ഫ്രണ്ടിലും, അതായത് റോ നെയിമിന്റെയും കോളം നെയിമിന്റെയും ഫ്രണ്ടിൽ ഡോളർ സിമ്പിൾ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് Fന്റെയും 9ന്റെയും ഫ്രണ്ടിൽ ഡോളർ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ദേഴ്സ് എ ഷോർട്ട് കട്ട് ഫോർ ദ സെയിം. Fന്റെയും 9ന്റെയും ഇടയിൽ കഴ്സർ വെച്ചതിന് ശേഷം ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് F4 ഫംഗ്ഷൻ കീ യൂസ് ചെയ്യാം. സോ $F9 കണ്ടോ? സോ ദിസ് ബിക്കെയിം ആബ്സല്യൂട്ട് റെഫറൻസ്. ഇപ്പൊ ഈ ഒരു ഫോർമുലയിൽ ഞാൻ F9നെ ആബ്സല്യൂട്ട് റെഫറൻസ് ആക്കി, വിച്ച് ഇസ് കോൺസ്റ്റന്റ്. ഞാൻ ഇതിനെ കോപ്പി ചെയ്യാണ്. സോ ഐ ഗോട്ട് ദ ആൻസേഴ്സ് ഓവർ ഹിയർ. എറർ പോയി ബിക്കോസ് ഇവിടെ നോക്കിയപ്പോ ദിസ് ഈസ് F4 by F9, ദിസ് ഈസ് F by F9 ആൻഡ് F6 by F9 ലൈക്ക് ദാറ്റ്. സോ ഇവിടെ ഇപ്പോ എറർ പോയി, വി ഗോട്ട് ദ ആൻസർ. സോ ഇതിനെയാണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാ കാണുന്നതെന്ന് നോക്കാം. ഞാനിപ്പോ ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻറ്റു 100 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി നമുക്ക് ഇതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ജസ്റ്റ് സെലക്ട് ചെയ്യുക നമ്പർ എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിൽ പെർസെൻറ്റേജ് സിമ്പിൾ കാണാൻ പറ്റും. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ പെർസെൻറ്റേജ് സിമ്പിൾ. സോ ദിസ് വിൽ ബി കൺവേർട്ടഡ് ആസ് പെർസെൻറ്റേജ്. അഗെയിൻ കോപ്പി ദ ഫോർമുല ടു അതർ സെൽ. സോ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു പെർസെൻറ്റേജ്. ഇങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. Okay, so that's about the data types and cell referencing in Excel. ഇനി നമുക്ക് കുറച്ച് ബേസിക് എക്സൽ ഫങ്ഷൻസ് പഠിക്കാം. ബേസിക് എക്സൽ ഫങ്ഷൻസ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയും. അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം, ആവറേജ്, മിനിമം, മാക്സിമം ആൻഡ് കൗണ്ട്. ഈ 5 ഫങ്ഷൻസിനെയാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫങ്ഷൻസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സം ആണെന്നുണ്ടെങ്കിൽ സമ്മിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് സം എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ടാവും, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ടാവും. ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ ഇടയിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് വർക്ക് ചെയ്യാനുള്ള വാല്യൂസ്. ഇപ്പൊ സം ആണ് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ ആ സം ഫംഗ്ഷനിൽ സം കണ്ടുപിടിക്കാനുള്ള വാല്യൂസ്, അതിനെയാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എനിക്കിപ്പോ ഈ സം എന്നുള്ള ഫംഗ്ഷനിൽ സം കാണേണ്ടത് എനിക്ക് ഈ ജാനുവരി മന്തിലെ എക്സ്പെൻസസിന്റെ സം ആണ്. സോ ഐ എം ജസ്റ്റ് സെലക്ടിങ് ദിസ് പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെൽസ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്നത് റേഞ്ച് ഓഫ് സെൽസ് എന്നാണ്. ഞാൻ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു. സോ ദിസ് ഇസ് എ ആർഗ്യുമെന്റ് ഫോർ ദ സം ഫംഗ്ഷൻ. ദെൻ ഐ എം ക്ലോസിംഗ് ദ ബ്രാക്കറ്റ്. ഇനി എൻ്റർ അടിക്കുകയാണെങ്കിൽ എനിക്കിവിടെ സം കിട്ടും, ആ ഒരു മന്തിലെ വാല്യൂസിന്റെ സം കിട്ടും. ഇനി ഇതേപോലെ തന്നെ എനിക്ക് ആവറേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആവറേജ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമുക്കുണ്ട്. ആവറേജ് ആവറേജ് എടുക്കുക, റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുക ഫോർ ഫൈൻഡിങ് ദ ആവറേജ്. Then click on enter. So I'll get the average of this particular range of cells. Sorry. Okay, I got the average here. ഇനി അടുത്തത് എനിക്ക് മിനിമം വാല്യൂ, ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെൽസിലെ മിനിമം വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു മിൻ എന്നുള്ള ഫംഗ്ഷൻ. മിൻ എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ മിനിമം വാല്യൂ കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഐ എം സെലക്ടിങ് റേഞ്ച് ഓഫ് സെൽസ്. സോ ദിസ് മിൻ ഫംഗ്ഷൻ വിൽ റിട്ടേൺ the minimum value in that particular range of cells. So the minimum value is 300. So അതെനിക്ക് റിട്ടേൺ ചെയ്ത് തരും. ഇനി മാക്സ് എന്നുള്ള ഫംഗ്ഷൻ സെയിം, മിനിമം പോലെ തന്നെ മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വെൻ ഐ സെലക്ട് മാക്സ് ഫംഗ്ഷൻ, then I select a range of cells. It will give you the maximum value in that particular range of cells. Here it is 4005. ഇനി കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
കൗണ്ട് വെറുതെ കൗണ്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു ദ നമ്പർ ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ഇൻ എ റേഞ്ച് ഓഫ് സെൽ. ഞാൻ ഈ ഒരു റേഞ്ച് ഓഫ് സെൽ കൊടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാത്തിനും ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഉള്ളത്. സോ എനിക്ക് 1 2 3 4 5 6 എന്നായിരിക്കും ഇതെനിക്ക് റിസൾട്ട് തരാൻ വേണ്ടി പോകുന്നത്. കണ്ടോ? ഇനി ഇവിടെ ഇപ്പൊ ഒരു സെല്ല് ഞാൻ ഡിലീറ്റ് ചെയ്തു. സോ കണ്ടോ, കൗണ്ട് 5 ആയി. ബിക്കോസ് ഈ ഒരു റേഞ്ച് ഓഫ് സെൽസിൽ 5 സെൽസിലാണ് ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ളത്. സോ 5 ആണ് എനിക്ക് റിട്ടേൺ ചെയ്തത്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് 300 ഐ എം ഗോയിങ് ടു റൈറ്റ് ഒരു ടെക്സ്റ്റ് എൻട്രി. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ 5 അല്ല 4 ആണ് തന്നിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു റേഞ്ച് ഓഫ് സെൽസിൽ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് 4 സെൽസിലെ വാല്യൂസ് ഉള്ളൂ. ബാക്കി ഒരു സെല്ല് ബ്ലാങ്ക് ആണ്, ഒരു സെല്ലിൽ ടെക്സ്റ്റ് വാല്യൂ ആണ്. Okay, so that is about count function. Then we do have another function which is called counting. Counting എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റേഞ്ച് ഓഫ് സെൽസിൽ എത്ര സെൽസിൽ വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ് കൗണ്ട് ചെയ്ത് തരാം. ഇറ്റ് ക്യാൻ ബി ന്യൂമറിക്കൽ ഡാറ്റ, ഇറ്റ് ക്യാൻ ബി ടെക്സ്റ്റ് ഡാറ്റ, ഇറ്റ് ക്യാൻ ബി എ ഡേറ്റ് ഡാറ്റ, എനിത്തിങ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൗണ്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ഈ ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു. സോ ഐ ഗോട്ട് ദ റിസൾട്ട് ആസ് 5. ബിക്കോസ് ഈ ഒരു റേഞ്ച് ഓഫ് സെൽസിൽ ഒരു സെല്ല് ബ്ലാങ്ക് ആണ്, അതിൽ വാല്യൂ ഇല്ല. ബാക്കി എല്ലാ സെൽസിലും വാല്യൂസ് ഉണ്ട്. സോ 6 സെൽസ് സെലക്ട് ചെയ്തതിൽ ഒരു സെല്ല് ബ്ലാങ്ക് ആയിരുന്നു, അതിന് വാല്യൂ കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള സെൽസിൽ ടെക്സ്റ്റും നമ്പേഴ്സും ഉണ്ട്. സോ ഐ ഗോട്ട് 5. Okay, so that is the difference between count and counting function. So these are the basic Excel functions that is available. So this is about the Excel basic functions. Now let's move on to sorting of data. Let's see how to sort a data. Just for that, I'm going to take a I'm going to take a file. So this is an Excel file I have taken. ഇതില് ഞാനൊരു ഷീറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റിൽ കുറെ മീൻസ് എക്സൽ ഫയലിൽ കുറെ ഷീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതില് ഞാൻ ഈ ബയേഴ്സ് എന്നുള്ള ഈ ഒരു ഷീറ്റ് ആണ് എടുക്കുന്നത് ഫോർ ഡൂയിങ് ദ സോർട്ടിങ് ആൻഡ് ഫിൽട്ടറിങ്. സോ എങ്ങനെയാണ് സോർട്ടിങ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിപ്പോ എനിക്ക് ബയർ എന്നുള്ള ഒരു കോളം, ഈ കോളത്തിലെ ബയേഴ്സിന്റെ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്ത്, അതായത് ബയേഴ്സിന്റെ അസെൻഡിങ് ഓർഡറിൽ എനിക്ക് സോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ബയർ എന്നുള്ള ഒരു കോളം സെലക്ട് ചെയ്യുക. ദെൻ ഹോം ടാബിലും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് എഡിറ്റിംഗിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ആൻഡ് ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സെയിം ഓപ്ഷൻ തന്നെ നമുക്ക് ഡാറ്റ ടാബിലും അവൈലബിൾ ആണ്, സോർട്ട് ആൻഡ് ഫിൽട്ടറിൽ. ഇതിൽ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും, A to Z ആൻഡ് Z to A. A to Z മീൻസ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്, Z to A മീൻസ് ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്. That doesn't mean that നമുക്ക് ക്യാരക്ടർ ഡാറ്റേനെ മാത്രമേ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നോ, നമുക്ക് എല്ലാ ഡാറ്റേനെയും അറേഞ്ച് ചെയ്യാൻ പറ്റും. അസെൻഡിങ് മീൻസ് ചെറുത് മുതൽ വലുത് വരെ, ഡിസെൻഡിങ് മീൻസ് വലുത് മുതൽ ചെറുത് വരെ. സോ എനിക്കിപ്പോ ഇതിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ A to Z എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം. സോ ബേസിക്കലി നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വാർണിംഗ് പോപ്പപ്പ് വിൻഡോ നമുക്ക് വരും. ഓക്കെ, ഈ വാർണിംഗ് തരുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കോളം മാത്രമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കോളത്തില് ഞാൻ ഡാറ്റ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഈ കോളവും ബാക്കിയുള്ള കോളവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നഷ്ടമാവും. അതായത് മേ ബി ഈ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് സ്മിത്ത് എന്നുള്ള ബയർ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ബയർ ആയിരിക്കും. സോ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് പോകും. ആ ഒരു ഇതാണ് വാർണിംഗ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കത് എക്സ്പാൻഡ് ചെയ്യണം, അതായത് മൊത്തം ഡാറ്റേനെ സെലക്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്യണോ അതോ ഈ ഒരു കോളം മാത്രം സോർട്ട് ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. സോ ഐ എം ഗോയിങ് ടു എക്സ്പാൻഡ് ദ സെലക്ഷൻ. സോ ഐ സെലക്ട് ഓൾ ദ ഡാറ്റ. എന്നിട്ട് ഈ ഫുൾ ഡാറ്റയിൽ ബയറിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. സോ ഐ എം സെലക്ടിങ് എക്സ്പാൻഡ് ദ സെലക്ഷൻ ഓപ്ഷൻ, ദെൻ സോർട്ട്. ഇപ്പൊ കണ്ടോ, ഫുൾ ഡാറ്റേനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ബയർ. ഓക്കെ, നമ്മൾ ഒരു സോർട്ടിങ് കഴിഞ്ഞു. ഇനി എനിക്ക് ജാനുവരി ഈ മന്തിന്റെ കോളത്തിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യണം. ഞാൻ ഈ ഒരു മന്തിന്റെ കോളം ചൂസ് ചെയ്തു. ദെൻ ഞാനിവിടെ സോർട്ട് ചെയ്യണം.
എഗെയിൻ എക്സ്പാൻഡ് സെലക്ഷൻ കൊടുത്തു, സോർട്ട് കൊടുത്തു. പക്ഷെ ഇത് കണ്ടോ, ഇപ്പൊ നമുക്ക് മന്ത് ആണെങ്കിലും നെയിമിന്റെ അസെൻഡിങ് ഓർഡർ ABCD ആ ഒരു ഓർഡറിലാണ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതി അങ്ങനെയല്ല. നമുക്ക് വേണ്ടത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ലൈക്ക് ദാറ്റ്. അതായത് നമുക്കൊരു സീരീസ് ഉണ്ട്, ആ ഒരു സീരീസിന്റെ ഓർഡറിൽ തന്നെയാണ് സോർട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഡു ഹാവ് ദ ഓപ്ഷൻ ഫോർ കസ്റ്റം സോർട്ടിങ്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ആൻഡ് ഫിൽട്ടറിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ബൈ മന്തിന്റെ കോളം ബേസ് ചെയ്താണ് സോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് സോർട്ടിംഗ് ഓൺ സെൽ വാല്യൂസ്. ഓർഡർ A to Z വേണ്ട, Z to A വേണ്ട. വി ക്യാൻ ചൂസ് ദ കസ്റ്റം ലിസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇതേപോലെ ഒരു പോപ്പപ്പ് വരും. അതില് ജാനുവരി, ഫെബ്രുവരി കാണാൻ പറ്റും, അതേപോലെ സൺഡേ, മൺഡേ കാണാൻ പറ്റും. ബിക്കോസ് ഇത് രണ്ടുമാണ് ഒരു സീരീസ് ആയിട്ടുള്ള ഡാറ്റ. അപ്പൊ അതില് എനിക്കിപ്പോ ജാനുവരി, ഫെബ്രുവരി ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ജാനുവരി, ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫുൾ ഷോർട്ട് ഫോം അല്ല കൊടുത്തിരിക്കുന്നത്, ഫുൾ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്. ദെൻ ഐ എം ക്ലിക്കിംഗ് ഓൺ ഓക്കെ. ദെൻ എഗെയിൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സീരീസിന്റെ ഓർഡർ എന്താണോ അതേ ഓർഡറിൽ നമുക്ക് ഡാറ്റ അറേഞ്ച് ചെയ്ത് തരും. സോ ഐ ഗോട്ട് ദിസ് സീരീസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് മന്ത്സ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് കസ്റ്റം സോർട്ടിങ്. ഇപ്പൊ നമ്മൾ സോർട്ടിങ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫിൽട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ എനിക്ക് ഈ ഒരു ഡാറ്റേനെ റെയ്നോൾഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ബയർ അതിന്റെ ഒരു ഡീറ്റെയിൽ മാത്രം എനിക്ക് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഡു ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഡാറ്റയിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡാറ്റ ടാബില് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താല് എല്ലാ കോളം ഹെഡേഴ്സിന്റെയും അവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ആരോ മാർക്കിൽ ഇപ്പൊ എനിക്ക് ബയറിനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെങ്കിൽ ബയറിന്റെ കോളം ചൂസ് ചെയ്തിട്ട് അതിൽ ആദ്യം തന്നെ സെലക്ട് ഓൾ എന്നുള്ളത് ഡീസെലക്ട് ചെയ്യുക. എന്നിട്ട് റെയ്നോൾഡ്സ് മാത്രം മതിയെങ്കിൽ റെയ്നോൾഡ്സ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ ഐ ഗോ ദ ഡീറ്റെയിൽസ് ഓഫ് റെയ്നോൾഡ്സ് ഓവർ ഹിയർ. ഇനി റെയ്നോൾഡ്സിന്റെ തന്നെ ജൂൺ മന്തിന്റെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് കണ്ടാൽ മതിയെങ്കിൽ എഗെയിൻ മന്തിൽ വന്നിട്ട് ജൂൺ എന്നുള്ള ഓപ്ഷൻ ആദ്യം സെലക്ട് ഓൾ ഡീസെലക്ട് ചെയ്തിട്ട് ജൂൺ മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റെയ്നോൾഡ്സിന്റെ ജൂൺ മന്തിലെ ഡീറ്റെയിൽസ്. സോ ഐ ഹവ് ഫിൽട്ടർ ദ ഡാറ്റ ബേസ്ഡ് ഓൺ ദ ബയർ റെയ്നോൾഡ്സ് ഓൺ ദ മന്ത് ഓഫ് ജൂൺ. അപ്പൊ എനിക്ക് ആ ഡാറ്റേനെ മാത്രം കിട്ടി. സോ ദിസ് ഇസ് കോൾഡ് ഫിൽട്രേഷൻ. ഇപ്പൊ നമ്മൾ ഡബിൾ ഫിൽട്രേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ബയേഴ്സിന്റെ ബേസിസിൽ ഫിൽട്ടർ ചെയ്തു, ദെൻ മന്തിന്റെ ബേസിസിൽ ഫിൽട്ടർ ചെയ്തു. ഇനി ഇതിന്റെ ഫിൽട്രേഷൻ എനിക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏത് കോളത്തിലാണോ ഫിൽട്ടർ ചെയ്ത് ആ കോളം സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ഫിൽട്ടർ ഫ്രം മന്ത് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. സോ ഫിൽട്രേഷൻ പോകും. അപ്പൊ ഈ ഒരു മന്ത് കോളത്തിൽ ഫിൽട്രേഷൻ പോയി, പക്ഷെ ബയർ കോളത്തിൽ ഫിൽട്രേഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് എഗെയിൻ കളയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലിയർ ഫിൽട്ടർ ഫ്രം ബയർ കൊടുത്താൽ മതി. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ ഫിൽട്രേഷനും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടറിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിൽട്രേഷൻ എന്തൊക്കെ ഫിൽട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വൺ സ്ട്രെച്ചിൽ തന്നെ റിമൂവ് ചെയ്ത് തരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. ഇനി നമുക്കൊരു സബ് ടോട്ടലിന്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇപ്പൊ ഒരു ഡാറ്റ, ആ ഡാറ്റേനെ സബ് ടോട്ടൽ, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സബ് ടോട്ടൽ എന്നുള്ള ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഷീറ്റില് എനിക്കിപ്പോ ലൈക്ക് ഓരോ പ്രോഡക്റ്റിന്റെ ബേസിസിൽ സബ് ടോട്ടൽ കാണും. അതായത് ഓരോ പ്രോഡക്ട്സിന്റെ ടോട്ടൽ സെയിൽസ് അതിന്റെ സബ് ടോട്ടൽ കാണും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സബ് ടോട്ടൽ കാണേണ്ടത് പ്രോഡക്റ്റിന്റെ ബേസിസിലാണ്. സോ ഓരോ പ്രോഡക്ട്സും അടുത്തടുത്ത് വരണം. നമ്മൾ എന്ത് ചെയ്യാം, പ്രോഡക്ട്സിന്റെ ബേസിസിൽ ഈ ലിസ്റ്റിനെ നമുക്ക് സോർട്ട് ചെയ്യണം. സോ ഞാൻ ഈ ഒരു ലിസ്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ ഫുള്ള് ലിസ്റ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്താൽ മതി. ദെൻ A to Z ഓർഡറിൽ ഞാൻ അറേഞ്ച് ചെയ്തു. സോ ഓൾ ദ പ്രോഡക്ട്സ് കെയിം ടുഗെദർ. കണ്ടോ, സിമിലർ പ്രോഡക്ട്സ് ടുഗെദർ വന്നു. ചോക്ലേറ്റ് ചിപ്പ് ഒരുമിച്ച് വന്നു, ഫഡ്ജ് ബ്രൗണി ഒരുമിച്ച് വന്നു, അങ്ങനെ. ഓക്കെ, ദെൻ അഗെയിൻ സെലക്ട് ദ സെൽ, ഒരു സെല്ല് സെലക്ട് ചെയ്തു. ദെൻ ഗോ ടു ഡാറ്റ ടാബ്. ഡാറ്റ ടാബിൽ ഔട്ട്ലൈനിൽ സബ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ സബ് ടോട്ടലിൽ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഒരു പോപ്പപ്പ് കിട്ടും. അതില് ആദ്യം തന്നെ അവിടെ അറ്റ് ഈച്ച് ചേഞ്ച് എന്ന് കാണാൻ പറ്റും. അതില് ഞാൻ പ്രോഡക്ട്സ്, ബിക്കോസ് നമുക്ക് പ്രോഡക്ട്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് സബ് ടോട്ടൽ കാണേണ്ടത്. ഞാൻ അവിടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്തു. ദെൻ സം ആണ് എനിക്ക് കാണേണ്ടത്. സോ സം കൊടുത്തു. ആൻഡ് എനിക്ക് സെയിൽസിന്റെ സമ്മ കാണേണ്ടത്. അപ്പൊ സെയിൽസിന്റെ കോളമാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സും കാണണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സും കൂടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് ഇവിടെ
ഓരോ പ്രോഡക്റ്റിന്റെയും ടോട്ടൽ സെയിൽസും കിട്ടി, അതിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഫൈൻഡ് സബ് ടോട്ടൽ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സബ് ടോട്ടൽ. ഇനി നമുക്ക് പല ഷീറ്റ്സ്, ചിലപ്പോൾ കാൽക്കുലേഷൻസിൽ, ഓരോ കാൽക്കുലേഷൻസിൽ നമുക്ക് പല ഷീറ്റിൽ നിന്നുള്ള സെൽസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് വേണ്ടി വരും. ഇതെങ്ങനെയാണ് ഷീറ്റ്സ് തമ്മിൽ ലിങ്ക് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ 2013 എന്ന് പറയുന്ന ഷീറ്റിൽ ബെവർലി, ചെറിയഡേൽ, അങ്ങനെ ഓരോ ടൗണിന്റെയും സർക്കുലേഷൻ ഡീറ്റെയിൽസ് ഉണ്ട് 2013. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് 2014 ഇവിടെ ഉണ്ട്, 2015 ഇവിടെ ഉണ്ട്. ഓക്കെ, what I want to get is, I want to find the summary, that is the total of these 3 years in this particular summary sheet. ആ 3 വർഷത്തിന്റെയും ടോട്ടൽ എനിക്ക് ഈ സമ്മറി എന്ന് പറയുന്ന ഷീറ്റിൽ വേണം. സോ അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ 3 ഷീറ്റും ലിങ്ക് ചെയ്തിട്ട് ഈ ഷീറ്റിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമാണ് നമുക്ക് കാൽക്കുലേഷൻ നടക്കുള്ളൂ. സോ ലെറ്റ് സീ ഹൗ ടു ലിങ്ക് മൾട്ടിപ്പിൾ ഷീറ്റ്സ്. സോ ഇവിടെ എനിക്കിപ്പോൾ ടോട്ടൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈക്വൽ ടു സിമ്പിൾ ഇടാം. Then go to 2013. അപ്പോൾ ദേ നോക്കി, ആ ഷീറ്റിന്റെ നെയിമിന്റെ റെഫറൻസ് ഇവിടെ കാണാൻ പറ്റും. Then select the cell you want to do the calculation. Then നമുക്ക് വേണ്ട കാൽക്കുലേഷൻ പ്ലസ് ആണ്, അപ്പൊ ഞാൻ പ്ലസ് ഇട്ടു. Then 2014 എടുക്കുക, അപ്പൊ ആ സെൽ ഷീറ്റിന്റെ റെഫറൻസ് വന്നു, അതിലെയും സെല്ല് സെലക്ട് ചെയ്യുക, പ്ലസ് സിമ്പിൾ ഇടാം. 2015 then സെല്ല് സെലക്ട് ചെയ്യാം. ഇത് എന്റെ ലാസ്റ്റ് സെല്ലാണ്, അപ്പൊ എനിക്കിനി പ്ലസ് സിമ്പിൾ ഒന്നും വേണ്ട. ഡോണ്ട് ഗോ ടു സമ്മറി ഷീറ്റ്. ഇതാണ് ലാസ്റ്റ് സെല്ല്. ലാസ്റ്റ് സെല്ലും സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സമ്മറി ഷീറ്റിലേക്ക് പോകും, വേർ വി ഹാവ് പുട്ട് ദ ഈക്വൽ ടു സിമ്പിൾ. എന്നിട്ട് അവിടെ റിസൾട്ടും കിട്ടും. സോ ദിസ് ഇസ് ഹൗ വി ലിങ്ക് മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സ്. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഈക്വൽ ടു സിമ്പിൾ ഇടാം. ഷെറിഡെയിലിന്റെ ആണ് എടുക്കുന്നത്. സോ 2013 പോവാ, ഷെറിഡെയിലിന്റെ സെല്ല് സെലക്ട് ചെയ്യുക, പ്ലസ് കൊടുക്കാം. 2014 and Sherrydale plus then 2015 കഴിഞ്ഞു. ഇനി എൻറ്റർ അടിക്കാം. Sorry, I am selected the 2000 cell in 2015. Okay, so I got the result of it. So this is how you link multiple worksheets in Excel. സോ ഇനി ഇത് എനിക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈ ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്ത് കോപ്പി ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇത് കോപ്പി ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 2013 14 15 ഒരേപോലെയാണ് ഡാറ്റ കിടക്കുന്നത്. ഇപ്പൊ പല സ്ഥലത്തായിട്ട് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഡാറ്റ ആണെങ്കിൽ ഇങ്ങനെ കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല, ഓരോ തവണ ലിങ്ക് ചെയ്യേണ്ടി വരും. സിൻസ് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ടുഗദർ ആസ് സിമിലർ, ജസ്റ്റ് കോപ്പി ദ ഫോർമുല. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ലിങ്ക് മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്. ഇപ്പൊ നമ്മൾ ലിങ്ക് ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കൺസോളിഡേഷൻ എടുക്കണം. മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സിന്റെ കൺസോളിഡേഷൻ എടുത്ത് എനിക്ക് ഇവിടേക്ക് റിസൾട്ട് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് എടുക്കാം. ഇതിപ്പോ ഞാൻ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, അതിന്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് 2013 14 15 ഇതിന്റെ കൺസോളിഡേഷൻ എനിക്ക് ഈ സമ്മറി എന്ന് പറയുന്ന ഷീറ്റിൽ കിട്ടണം. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് കൺസോളിഡേഷൻ എടുക്കാനുള്ള റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഗോ ടു ഡാറ്റ ടാബ്. ഡാറ്റ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും, ടൂൾ കാണാൻ പറ്റും. ജസ്റ്റ് സെലക്ട് ദാറ്റ്. ദെൻ ആദ്യം തന്നെ കൺസോളിഡേഷനിൽ നോക്കുക എന്താണ് കാണേണ്ടത്. എനിക്ക് ഇവിടെ കാണേണ്ടത് സം ആണ്. സോ ഐ എം സെലക്ടിങ് ദ ഫംഗ്ഷൻ സം. ഇനി റെഫറൻസിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2013 റെഫറൻസ് ആണ്. അതിൽ ഈ റേഞ്ച് ഓഫ് സെൽസിന്റെ കൺസോളിഡേഷൻ ആണ് എനിക്ക് വേണ്ടത്. അത് സെലക്ട് ചെയ്തു. ദെൻ അഗെയിൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് റെഫറൻസ് കിട്ടി. ഇനി അഗെയിൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, 2014 പോവുക, റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുക, ദെൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. ഇപ്പൊ രണ്ടാമത്തെ സെല്ലും കിട്ടി, രണ്ടാമത്തെ റെഫറൻസും കിട്ടി. അഗെയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു, 2015 റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു, ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തു. സോ എനിക്ക് 3 റെഫറൻസും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കേണ്ടത് ലേബൽ എന്താണെന്നുള്ളതാണ്. അപ്പൊ എന്റെ ഇതില് ലേബൽ ആയിട്ട് കിടക്കുന്നത് ടൗൺസ് ആണ്, വിച്ച് ഇസ് ഇൻ ദ ലെഫ്റ്റ് ഓഫ് ദ ലെഫ്റ്റ് കോളം അല്ലെ. ഈ ലെഫ്റ്റ് കോളത്തിലാണ് എന്റെ ലേബൽ എടുക്കുന്നത്. ചിലപ്പോൾ ഡാറ്റയിൽ ലെഫ്റ്റ് കോളത്തിലായിരിക്കില്ല, ടോപ്പ് റോ ആയിരിക്കും ലേബൽ ആയിട്ട് വരിക. ഇവിടെ ഇപ്പൊ ഈ ഡാറ്റയിൽ ലെഫ്റ്റ് കോളത്തിലാണ് ഡാറ്റ കിടക്കുന്നത്. സോ ഐ എം ഗിവിംഗ് ദ ഓപ്ഷൻ ലെഫ്റ്റ് കോളം, യൂസ് ലേബൽസ് ഇൻ ലെഫ്റ്റ് കോളം. ദെൻ ഐ എം ക്ലിക്കിംഗ് ഓൺ ഓക്കെ. ഇപ്പൊ നോക്കി, നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ നമ്മുടെ കൺസോളിഡേഷൻ കിട്ടിയിട്ടുണ്ട്.
മൂന്ന് ഷീറ്റിലെ ഡാറ്റയുടെ കൺസോളിഡേഷൻ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ, എല്ലാ ഡാറ്റയുടെ നമുക്ക് വേണ്ട റേഞ്ച് ഓഫ് സെൽസിലെ ഡാറ്റയുടെ കൺസോളിഡേഷൻ സിംഗിൾ ഷോട്ടിൽ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് കോൾഡ് കൺസോളിഡേഷൻ ഓഫ് ഡാറ്റ. ദെൻ ഇനി നമുക്ക് എക്സലിന്റെ അനാലിസിസ് പാർട്ടിലേക്ക് പോവാം. സോ ഹൗ ടു ഡു അനാലിസിസ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റ, അതായത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഡാറ്റയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അനാലിസിസ് എന്ന് പറയുന്നത് ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അനാലിസിസ് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഇതൊരു വിഷ്വലിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചാർട്ട്സ് ഉണ്ട്. ഇതിലിപ്പോ എനിക്ക് ഇത് വെച്ചിട്ട് ഒരു കോളം ചാർട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോളം ചാർട്ട് ഉണ്ട്. അതില് കോളം ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോളം ചാർട്ട് വേണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ചാർട്ട് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള നോർമൽ ഒരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു അനലൈസ് ദ ഡാറ്റ. ഇനിയിപ്പോ ഈ ഡാറ്റ ചാർട്ടിന് എനിക്ക് പേരൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചാർട്ട് ടൈറ്റിൽ എടുത്ത് ഇവിടെ പേര് കൊടുത്താൽ മതി. അതായത് സർക്കുലേഷൻ ഡീറ്റെയിൽസ് ഓഫ് ചാർട്ട്സ് അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് ടൈറ്റിലും കിട്ടി. ഇനി ഇതിനെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ചാർട്ട് ഡിസൈൻ, ഈ ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ചാർട്ട് ഡിസൈൻ എന്ന് പറയുന്ന ടാബും കിട്ടും, ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബും കിട്ടും. സോ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് കളറൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ദെൻ ഫോണ്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. സോ വിച്ച് ഇസ് വെരി ഈസി ഫോർ എസ്. ഓക്കെ, പക്ഷേ ഇഫ് ദ ഡാറ്റ ഇസ് സംതിങ് ലൈക്ക് ദിസ്, ഞാനൊരു ഡാറ്റ ചൂസ് ചെയ്യാം സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റയിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് അനാലിസിസ് ഇസ് പോസിബിൾ. അതായത് ഇതിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ഡാറ്റ അല്ല, ഇത് ഒരു വലിയ ഡാറ്റയാണ്. ആൻഡ് ഈ ഡാറ്റയിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് അനാലിസിസ്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഓരോ മന്തിലും ഓരോ സെയിൽസ് പേഴ്സൺ കൊണ്ടുവന്നിട്ടുള്ള ടോട്ടൽ സെയിൽസ് കാണാം. ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്, ഓരോ റീജിയനിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിന്റെയും ടോട്ടൽ സെയിൽസ് കാണാം. അല്ലെങ്കിൽ ഓരോ റീജിയനിൽ നിന്നും വന്നിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് അനാലിസിസും ഇതിനകത്ത് പോസിബിൾ ആണ്. സോ ഇങ്ങനെ ടൈപ്പ് ഓഫ് അനാലിസിസ് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ഓഫ് ഒരു ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് ഓരോ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അനാലിസിസിന് നമ്മളുടെ ഈ ഒരു ടേബിൾ മാറ്റി റീഅറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ദർ വിൽ ബി പോസിബിൾ ഡാറ്റ ലോസ്. സോ ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് പിവറ്റ് ടേബിൾസ്. സോ പിവറ്റ് ടേബിൾസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് എ റാൻഡം വേരിയബിൾ യൂസ് ഫോർ അനാലിസിസ്. വലിയ ഡാറ്റയിൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡൈനാമിക് ഒരു ടേബിൾ ആണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. സോ ഈ പിവറ്റ് ടേബിൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു. അപ്പൊ ആദ്യം തന്നെ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ പിവറ്റ് ടേബിൾ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു പോപ്പപ്പ് വരും. സോ ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദർ ഇസ് എ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലിസ്റ്റിന്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആബ്സല്യൂട്ട് റെഫറൻസിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആബ്സല്യൂട്ട് റെഫറൻസിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് ഈ ഡാറ്റയിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വോണ്ട് ബി റിഫ്ലക്ട് ടു ദ പിവറ്റ് ടേബിൾ. അപ്പൊ നമുക്ക് അപ്ഡേഷൻസ് പിവറ്റ് ടേബിളിൽ കിട്ടില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ അപ്ഡേഷൻസ് വരികയാണെങ്കിൽ ദ സെയിം ഹാസ് ടു ബി റിഫ്ലക്റ്റഡ് ടു ദ പിവറ്റ് ടേബിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ കൺവേർട്ട് ദിസ് പെർട്ടിക്കുലർ ഡാറ്റ ടു ടേബിൾ. ഈ ലിസ്റ്റിനെ നമുക്ക് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു ലിസ്റ്റിനെ എങ്ങനെയാ ടേബിൾ ആക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്യാം. ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഗോ ടു ഹോം ടാബ്, ഫോർമാറ്റ് ആസ് ടേബിൾ ഓപ്ഷൻ ഇതെടുത്താൽ മതി. നമുക്ക് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദർ ഇസ് എ ഷോർട്ട് കട്ട് ഫോർ ദ സെയിം, ദാറ്റ് ഇസ് Ctrl+T കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പോപ്പപ്പ് വരും. ഇവിടെ ആ ടേബിളിന്റെ റേഞ്ച് ഓഫ് സെൽസ് കാണിക്കുന്നുണ്ട്. ഇനി മൈ ടേബിൾ ആസ് ഹെഡേഴ്സ്, ഈ ടേബിളിന് ഹെഡർ ഉണ്ടെങ്കിൽ മൈ ടേബിൾ ആസ് ഹെഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് ഹെഡർ ഉണ്ട്, ഞാൻ ഓക്കെ കൊടുത്തു. സോ ഫസ്റ്റ് റോ വിൽ ബി കൺസിഡർഡ് ആസ് എ ഹെഡർ.
ആൻഡ് ബാക്കി ഇത് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കൂ, ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടേബിൾ ഡിസൈൻ എന്നുള്ള ഒരു ടാബ് വരുന്നുണ്ട്. വി ക്യാൻ ഗീവ് ദ നെയിം ഫോർ ദ ടേബിൾ. ഞാൻ ഈ ടേബിളിന് സെയിൽസ് ഡാറ്റ എന്ന പേര് കൊടുക്കാണ്. ഡോണ്ട് ഗീവ് എനി സ്പേസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഞാൻ സെയിൽസ് ഡാറ്റ എന്ന് ഈ ടേബിളിന് പേര് കൊടുത്തു. ഇനി ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ടേബിൾ സെലക്ട് ചെയ്യുക, ഗോ ടു ഇൻസേർട്ട് ടാബ്, പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച്. കണ്ടോ, ഇപ്പൊ ഇവിടെ ടേബിൾ ഓർ റേഞ്ചിൽ കാണിക്കുന്നത് സെയിൽസ് ഡാറ്റ എന്നുള്ള ഈ ടേബിൾ ആണ്. ഓക്കെ, സോ ഇഫ് എനിത്തിങ് ദാറ്റ് മീൻസ് പിവറ്റ് ടേബിൾ ഇസ് ഫോക്കസിങ് ഓർ റെഫറിംഗ് ടു എ ടേബിൾ. So if there is any change in the table, the same will be reflected to the pivot table also. Okay. ഇനി ഇവിടെ നെക്സ്റ്റ് ചോദിക്കുന്നത് എവിടെയാണ് പിവറ്റ് ടേബിൾ വേണ്ടത്? ഈ ഷീറ്റിൽ തന്നെ വേണോ അതോ പുതിയ ഷീറ്റിൽ വേണോ എന്നുള്ളത്. സോ പുതിയ ഷീറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് കൊടുക്കാം. സോ ഐ എം സെലക്ടിങ് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ്, then I am clicking on OK. I am selecting new worksheet. I am not selecting existing worksheet. I am selecting new worksheet and I am clicking on OK. So a new sheet is created over here and we got the structure of the pivot table. ഇവിടെ ഒരു pivot table ന്റെ structure നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് അനാലിസിസ് ആണോ എനിക്ക് നടത്താനുള്ളത് ആ അനാലിസിസിന്റെ pivot table നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ വേണ്ടത് ഓരോ റീജിയനിൽ നിന്ന് ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിന്റെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതാണ് എനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് ആണ് വേണ്ടത്. ഓരോ റീജിയനിൽ നിന്ന് ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് പിവറ്റ് ടേബിളിന്റെ സ്ട്രക്ചർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പിവറ്റ് ടേബിൾ ഫീൽഡ്സ് ഉണ്ടാവും. അതില് നമുക്ക് റീജിയൻ ഉണ്ടാവും. റീജിയൻ എടുത്തിട്ട് റോസിൽ കൊടുക്കാം ആൻഡ് ടൈപ്പ് എടുത്തിട്ട് കോളത്തിൽ കൊടുക്കാം. ദെൻ സെയിൽസ്, നമുക്ക് കാണേണ്ടത് ടോട്ടൽ സെയിൽസ് ആണ്. സെയിൽസ് എടുത്തിട്ട് വാല്യൂസിൽ കൊടുക്കാം. സോ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പിവറ്റ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഓരോ റീജിയനിൽ നിന്നും ഓരോ പ്രോഡക്റ്റിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഓരോ പ്രോഡക്റ്റിന്റെയും ടോട്ടൽ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ക്രിയേറ്റ് എ പിവറ്റ് ടേബിൾ. ഇനി ഈ പിവറ്റ് ടേബിളിൽ തന്നെ എനിക്കിപ്പോ ഓരോ റീജിയനിൽ നിന്നും ദിസ് ഇസ് എ ഡാറ്റ. ഓക്കെ, അപ്പൊ എനിക്ക് ഓരോ റീജിയനിൽ നിന്നും ഓരോ സെയിൽസ് പേഴ്സൺ കൊണ്ടുവന്നിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിന്റെ ടോട്ടൽ സെയിൽസ് ആണ് കാണേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ എഗെയിൻ സെയിൽസ് പേഴ്സണെ എടുത്തിട്ട് റീജിയന്റെ താഴെ കൊണ്ടുവന്നിട്ടാൽ മതി. റോസിൽ റീജിയന്റെ താഴെ കൊണ്ടുവന്നിട്ടാൽ മതി. സോ ഓരോ റീജിയനിലെ ഓരോ സെയിൽസ് പേഴ്സൺ കൊണ്ടുവന്നിട്ടുള്ള ടോട്ടൽ സെയിൽസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. Okay, so this is how we create pivot tables. So pivot tables are very useful when we have analysis, different kind of analysis in a same data. ഒരു ഡാറ്റയിൽ തന്നെ പല ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. സോ ഡൈനാമിക്കലി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം ഫോർ അനാലിസിസ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് പിവറ്റ് ടേബിൾ. ആൻഡ് ഈ പിവറ്റ് ടേബിൾ യൂസ് ചെയ്ത് തന്നെ നമുക്ക് വിഷ്വൽസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ചാർട്ട്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോ ഈ ഒരു പിവറ്റ് ടേബിൾ വെച്ചിട്ടാണ് എനിക്ക് ഇത് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോ ഓരോ റീജിയന്റെ മാത്രം മതിയെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാതെ കൊളാപ്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്യാം. ദെൻ ഗോ ടു പിവറ്റ് ടേബിൾ അനലൈസ്. അവിടെ നമുക്ക് പിവറ്റ് ചാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ വെൻ യു ക്ലിക്ക് ഓൺ പിവറ്റ് ചാർട്ട്, നമുക്ക് ഏത് പിവറ്റ് ചാർട്ട് ആണോ വേണ്ടത് ആ പിവറ്റ് ചാർട്ട് എടുക്കാം. എനിക്കിപ്പോ പൈ ചാർട്ട് ആണ് വേണ്ടതെങ്കിൽ പൈ ചാർട്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഐ ഗെറ്റ് എ പൈ ചാർട്ട് ബേസ്ഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ pivot table. Okay, so this is how we create random like dynamic analysis based on a particular data. ഇപ്പൊ ഞാൻ ഒരു അനാലിസിസ് ആണ് ഇപ്പൊ ഈ ഒരു സെയിൽസ് ഡാറ്റ എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് വേറൊരു അനാലിസിസ് ചെയ്യണം. ദാറ്റ് ഈസ് എനിക്കിപ്പോ ഓരോ മന്തിലും ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സെയിൽസ് കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോ ഈ ഒരു പിവറ്റ് ടേബിള് കോപ്പി ചെയ്യാണ്. ഓക്കെ, ദെൻ ഇതിലെ ഫീൽഡ്സ് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, സോ ഐ ഗോട്ട് എ സ്ട്രക്ചർ ഓഫ് പിവറ്റ് ടേബിൾ. ഒരു പിവറ്റ് ടേബിളിന്റെ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇനി രണ്ടാമത് നമുക്ക് വേണ്ട പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എനിക്ക് ഓരോ മന്തിൽ, അപ്പൊ മന്ത് എടുത്തിട്ട് റോസിൽ കൊണ്ടുവന്നിട്ടു, ദെൻ ടൈപ്പ് എടുത്തിട്ട് കോളത്തിലിട്ടു, ദെൻ സെയിൽസ് എടുത്തിട്ട് വാല്യൂസിലിട്ടു. ഇപ്പൊ എനിക്ക് ഓരോ മന്തിലും ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ക്രിയേറ്റ് ദ സെക്കൻഡ് അനാലിസിസ്. ഇനി ഇതിന്റെ ബേസിസിൽ
എനിക്കൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ just select this particular pivot table, go to pivot table, analyze, pivot chart യൂസ് ചെയ്യാം. Then എനിക്കിപ്പോ കോളം ചാർട്ട് ആണ് വേണ്ടതെങ്കിൽ കോളം ചാർട്ട് സെലക്ട് ചെയ്യാം, then ഓക്കെ കൊടുക്കാം. So I got another chart which is the chart of total sales of each and every product in particular months. So ഇങ്ങനെ നമുക്ക് ചാർട്ട് കിട്ടും. ഓക്കെ, സോ ഈ ചാർട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. ആദ്യം നമുക്ക് വേണ്ട അനാലിസിസ് എന്താണോ ആ അനാലിസിസിന്റെ ബേസിസിൽ നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യും. ടേബിൾസിന്റെ ബേസിസിൽ നമ്മൾ ചാർട്ട്സ് ക്രിയേറ്റ് ചെയ്യും. സോ വെറുതെ ഒരു ചാർട്ട് വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് പോകരുത്. യു ഹാവ് ടു ഫോർമാറ്റ് എ ചാർട്ട്. ചാർട്ട്സ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചാർട്ട് സെലക്ട് ചെയ്താൽ പിവറ്റ് ചാർട്ട് അനലൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ പിവറ്റ് ചാർട്ടിന്റെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് ദ കളേഴ്സ് ലൈക്ക് ദിസ്, യു ക്യാൻ ചേഞ്ച് ദ സ്റ്റൈൽസ്, എവറിത്തിങ് അങ്ങനെ മാറ്റാം. പിന്നെ ഒരു ചാർട്ടിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ടൈറ്റിലാണ്. സോ ടൈറ്റിൽ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് സെയിൽസ് ഓഫ് പ്രോഡക്ട്സ് ഇൻ റീച്ച്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ചാർട്ട്. ഇനി അടുത്തത് ഈ ചാർട്ട് എന്ന് പറയുന്നത് സെയിൽസ് ഓഫ് പ്രോഡക്ട്സ് പെർ മന്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ട് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. അതിൽ ചാർട്ട് ടൈറ്റിൽ മാറ്റി കൊടുക്കാം. സെയിൽസ് ഓഫ് പ്രോഡക്ട്സ് പെർ. സോ ഇപ്പോ ഓരോ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴും വാട്ട് ദാറ്റ് ചാർട്ട് ഇസ് റെപ്രസെന്റിങ് അത് എക്സാക്ട്ലി മനസ്സിലാവും. സോ അതാണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ടുള്ള ഒരു ഗുണം. സോ ദിസ് ഇസ് ഹൗ വി ക്രിയേറ്റ് ഡാഷ്ബോർഡ്സ് ഇൻ എക്സൽ. ഒരു പിവറ്റ് ടേബിൾ, ഒരു അനാലിസിസ്, നമുക്ക് വേണ്ട അനാലിസിസ് എന്താണെന്ന് നോക്കാം. ആ അനാലിസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. പിവറ്റ് ടേബിൾ വെച്ചിട്ട് പിവറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ചാർട്ട് ഫോർ ദ സെയിം ആൻഡ് ഈ ചാർട്ട്സ് എല്ലാം കമ്പൈൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുമ്പോൾ we will get a dash. So this is called pivot table and pivot chart. ഇനി നമുക്ക് എക്സലിലുള്ള കുറച്ച് കണ്ടീഷണൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കണ്ടീഷണൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇഫ് ഫങ്ഷൻ ആണ്. സോ ഞാനിവിടെ ഈ ഒരു ഇതെടുക്കാണ്, ഷീറ്റ് എടുക്കാണ്. ഐ എം ജസ്റ്റ് ഡിലീറ്റിംഗ് സം സെൽസ് ഓവർ ഹിയർ. ഓക്കെ, സോ എനിക്കിപ്പോ ഇവിടെ ഓരോ സെയിൽസ് പേഴ്സന്റെയും വീക്ക്ലി പെർഫോമൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ സെയിൽസ് പേഴ്സന്റെ അവര് സെയിൽസ് മീറ്റ് ചെയ്തോ, ഗോള് മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കാണണം. സോ അതിനു വേണ്ടി ദാറ്റ് ഇസ് ടൈപ്പ് ഓഫ് കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? സെയിൽസിന്റെ മന്ത്ലി ഗോളിന്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ, വീക്ക്ലി ടോട്ടൽ എന്ന് പറയുന്നത് മന്ത്ലി ഗോളിനേക്കാൾ കൂടുതലായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ചെക്ക് ദ ടോട്ടൽ ഓഫ് ഈച്ച് ആൻഡ് എവറി സെയിൽസ് പേഴ്സൺ വിത്ത് ദ മന്ത്ലി ഗോൾ. അപ്പൊ അതെങ്ങനെയാ ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ജസ്റ്റ് എ മിനിറ്റ്, ഐ എം ജസ്റ്റ് റിമൂവിങ് സംതിങ്. സോ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഒരു കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് ഈ ടോട്ടൽ എന്ന് പറയുന്നത് മന്ത്ലി ഗോളിനേക്കാൾ കൂടുതലാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സലിലെ കണ്ടീഷണൽ ഫംഗ്ഷൻ ആണ് ഇഫ് ഫംഗ്ഷൻ. സോ ഈ ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇഫ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇഫ്. ദിസ് ഈസ് എ സിൻടാക്സ് ഓഫ് ഇഫ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ്. അതായത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇവിടെ കൊടുക്കുക. അത് ട്രൂ ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെയും, ഫോൾസ് ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെയും കൊടുക്കാം. ഞാനിവിടെ എന്റെ കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ഈ ടോട്ടൽ ജെയിംസിന്റെ ടോട്ടൽ ആണ്. ദാറ്റ് ഇസ് FI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മന്ത്ലി ഗോളിന്റെ കോളം. ഓക്കെ, ആണെങ്കിൽ എന്ത് എനിക്ക് വേണം? യെസ് എന്ന് പറഞ്ഞ റിസൾട്ട് വേണം. സോറി, ആണെങ്കിൽ എനിക്ക് റിസൾട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വേണം. അല്ലെങ്കിലോ എനിക്ക് നോ പറഞ്ഞിട്ട് റിസൾട്ട് വേണം. അപ്പൊ ഞാൻ വാല്യൂ ഇഫ് ട്രൂവിൽ യെസ് കൊടുത്തു, ഇനി വാല്യൂ ഇഫ് ഫോൾസിൽ നോ കൊടുക്കാണ്. ഓക്കെ, സോ
എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ ഇയാള് ഗോള് മീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ യെസ് എന്ന് കിട്ടി. ഇനി ഞാൻ ഈ ഫോർമുല കോപ്പി ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ ഫോർമുല കോപ്പി ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, എനിക്ക് എല്ലാ സെയിൽസ് പേഴ്സന്റെയും ടോട്ടൽ കമ്പയർ ചെയ്യേണ്ടത് ഈ മന്ത്ലി ഗോൾ വെച്ചിട്ട് തന്നെയാണ്. ദാറ്റ് മീൻസ് I2 മസ്റ്റ് ബി കോൺസ്റ്റന്റ് ഇൻ ഓൾ ദ സെറ്റ്സ്. അപ്പൊ ഈ I2 എന്നുള്ളത് എന്താവണം? ആബ്സല്യൂട്ട് റെഫറൻസിങ് ആവണം. സോ ഫോർമുല കോപ്പി ചെയ്യുന്നതിന് മുമ്പ് I2നെ എന്താക്കുക? ആബ്സല്യൂട്ട് റെഫറൻസ് ആക്കാം, എന്നിട്ട് എൻ്റർ അടിക്കാം. Then copy the formula to other cells. So I'll get the answer based on that. So I got the answers over here. So this is called if function. ഇനി അടുത്തത് നമുക്ക് വേറൊരു കണ്ടീഷണൽ ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ പഠിച്ചു. കൗണ്ടും കൗണ്ട് ചെയ്യും നമ്മൾ കണ്ടതാണ്. ഇനി നമുക്കൊരു റേഞ്ച് ഓഫ് സെൽസിൽ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന വാല്യൂസ് അത് മാത്രം കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിൽ ബി യൂസിങ് അനദർ ഫംഗ്ഷൻ കോൾഡ് കൗണ്ടിങ്. അതായത് എനിക്കിപ്പോ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസിൽ യെസ് കാണാം. അതായത് എനിക്കിപ്പോ കാണേണ്ടത് കറന്റ് നമ്പർ ഓഫ് സെയിൽസ് പീപ്പിൾ ഹു ഹാവ് റീച്ച് ദെയർ ഗോൾ. ആ ഗോള് റീച്ച് ചെയ്ത ആൾക്കാർ ആരൊക്കെയാന്നുള്ളതാണ് കാണേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യാം. അതില് നമ്പർ ഓഫ് യെസ് ആണ് എനിക്ക് കൗണ്ട് ചെയ്യേണ്ടത്. സോ ആ നമ്പർ ഓഫ് യെസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കൗണ്ട് ഇഫ്. ഓക്കെ, ഇനി ദിസ് ഇസ് എ റേഞ്ച് ഓഫ് സെൽസ്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ സിന്റാക്സ് കണ്ടോ? റേഞ്ച് കോമ ക്രൈറ്റീരിയ, റേഞ്ച് കോമ ക്രൈറ്റീരിയ. ഇനി ഈ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നോക്കാം. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യെസ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ക്രൈറ്റീരിയ ആയിട്ട് യെസ് കൊടുത്തു. യെസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ഞാനത് കോഡ്സിലാണ് കൊടുക്കുന്നത്. യെസ് എന്ന് കൊടുത്തു. ഇനി എൻ്റർ കൊടുത്തു. സോ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസിൽ എനിക്ക് 3 യെസ് ഉണ്ട്. അതാണ് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എനിക്ക് റിട്ടേൺ ചെയ്ത് തന്നിരിക്കുന്നത്. So if you want to find a count of a particular value in a range of cells, we can use count if function. ഇനി അടുത്ത നമ്മളുടെ ഒരു കണ്ടീഷണൽ ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഇസ് സം എഫ്. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു സെൽസ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, എനിക്കിപ്പോ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസില് സ്റ്റോർ നമ്പർ 3000ന്റെ മാത്രം ടോട്ടൽ യൂണിറ്റ്സും ടോട്ടൽ സെയിൽസും കാണും. സ്റ്റോർ നമ്പർ 3000ന്റെ മാത്രം ടോട്ടൽ യൂണിറ്റ്സും ടോട്ടൽ സെയിൽസും കാണും. ഞാനിവിടെ സെയിൽസിന്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ സ്റ്റോറിന്റെയും സം കിട്ടും. പക്ഷെ എനിക്ക് അതല്ല വേണ്ടത്. എനിക്ക് സ്റ്റോർ നമ്പർ 3000ന്റെ മാത്രം ടോട്ടൽ ഇതും ടോട്ടൽ യൂണിറ്റ്സും ടോട്ടൽ സെയിൽസും ആണ് കാണേണ്ടത്. സോ അതെങ്ങനെയാ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടോട്ടൽ യൂണിറ്റ്സിന്റെ അവിടെ വന്നിട്ട് നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് സം ഇഫ്. സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്കൊരു റേഞ്ച് ഓഫ് സെൽസിൽ പെർട്ടിക്കുലർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന വാല്യൂസിന്റെ മാത്രം സം കാണാനായിട്ട് പറ്റും. സോ ഇതിന്റെ സിന്റാക്സ് നോക്കൂ. റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്. ഇതാണ്. ഇപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് എന്തിലാണോ നമുക്ക് കണ്ടീഷൻ കൊടുക്കേണ്ടത് ആ റേഞ്ച് ഓഫ് സെൽസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിവിടെ കണ്ടീഷൻ കൊടുക്കേണ്ടത് സ്റ്റോർ നമ്പറിലാണ്. ബിക്കോസ് ഐ വോണ്ട് ടു ഫൈൻഡ് ദ സം ഓഫ് സ്റ്റോർ നമ്പർ 3000 ഉള്ളു. സോ ആ സ്റ്റോർ നമ്പർ ആദ്യം, ആ റേഞ്ച് ഓഫ് സെൽസ് ആദ്യം ഞാൻ ഇവിടെ റേഞ്ചിൽ കൊടുത്തു. ആൻഡ് ദ ക്രൈറ്റീരിയ ഇസ് 3000. 3000 എന്നുള്ളത് ഞാൻ ഇവിടെ സ്റ്റോർ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 3000 സെലക്ട് ചെയ്തു. ഇനി സം റേഞ്ച്, ഏത് റേഞ്ച് ഓഫ് സെൽസിന്റെ സം ആണോ കാണേണ്ടത് ആ റേഞ്ച് ഓഫ് സെൽസ് കൊടുക്കാം. സോ എനിക്ക് ടോട്ടൽ യൂണിറ്റ്സ് ആണ് വേണ്ടത്. സോ യൂണിറ്റ്സിന്റെ കോളം സെലക്ട് ചെയ്തു. ഇനി എൻ്റർ അടിക്കുകയാണെങ്കിൽ എനിക്ക് സ്റ്റോർ നമ്പർ 3000ന്റെ മാത്രം ടോട്ടൽ യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, അതേപോലെ എനിക്ക് ടോട്ടൽ സെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു സം എഫ് റേഞ്ചസ് ദ സ്റ്റോർ നമ്പർ, ദെൻ criteria is 3000 and sum range is the sales. ഇനി എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഗോട്ട് ടോട്ടൽ സെയിൽസ് ഓൾസോ. സോ ഇതാണ് 3 കണ്ടീഷണൽ ഫംഗ്ഷൻസ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ എക്സൽ: ഇഫ്, കൗണ്ട് ഇഫ് ആൻഡ് സം ഇഫ്. സോ ദീസ് ആർ ദ കണ്ടീഷണൽ ഫംഗ്ഷൻസ്. ഇനി എക്സലിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ദാറ്റ് ഈസ് ലുക്കപ്പ് ഫംഗ്ഷൻസ്. ലുക്കപ്പ് ഫംഗ്ഷൻസ് അതായത് നമുക്കൊരു വാല്യൂ, ഒരു കുറച്ച് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് കയ്യിലുണ്ട്. ആ പെർട്ടിക്കുലർ വാല്യൂവിനെ വെച്ചിട്ട് നമുക്ക് മെയിൻ ടേബിളിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ എടുക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ്.
ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്കൊരു ഡിഷ് നമുക്ക് വേണം. ആ ഡിഷിന്റെ പേര് നമുക്കറിയാം. അപ്പൊ ആ പേര് അതിന്റെ എത്രയാണ് രൂപ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ മെനു കാർഡ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ മെനു കാർഡിൽ ആ ഡിഷിന്റെ പേരെടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഡിഷിന്റെ പേരുണ്ട്. ഈ ഡിഷിന്റെ പേര് വെച്ചിട്ട് ആ മെനു കാർഡിൽ അതിന്റെ മാച്ചിങ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഡിഷിന്റെ നേരെ അതിന്റെ പ്രൈസ് നോക്കും, അല്ലെ? സോ ഇതേ സെയിം ഓപ്ഷൻ തന്നെയാണ് ലുക്കപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ ഒരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ വെച്ചിട്ട് വേറൊരു മെയിൻ ടേബിളിൽ നിന്ന് ആ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എടുക്കണം. ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഇപ്പോൾ എംപ്ലോയി ഐ ഡി ഉണ്ട്. ഈ എംപ്ലോയി ഐ ഡി വെച്ചിട്ട് എംപ്ലോയീസിന്റെ ടേബിളിൽ നിന്ന് ആ എംപ്ലോയിയുടെ പേര് അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അതിന്റെ സാലറി അതൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് ലുക്കപ്പ് ഫംഗ്ഷൻ. നമുക്ക് കുറച്ച് ലുക്കപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, ഇൻഡെക്സ് ആൻഡ് മാച്ച്. ഇത്രയാണ് ലുക്കപ്പ് ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വി ലുക്കപ്പ് ആണ്. സോ നമുക്ക് ആദ്യം തന്നെ വി ലുക്കപ്പ് എന്താന്ന് നോക്കാം. സോ ഞാൻ ഇവിടെ വി ലുക്കപ്പ് എന്നുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് എംപ്ലോയി ഐ ഡി ഉണ്ട്. അപ്പൊ ഈ എംപ്ലോയി ഐ ഡി വെച്ചിട്ട് എനിക്ക് ഈ മാസ്റ്റർ എംപ്ലോയി ടേബിളിൽ നിന്ന് അവരുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ദെൻ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് വി ലുക്കപ്പ് വർക്ക് ചെയ്യാന്ന് നോക്കാം. സോ ആദ്യം തന്നെ വി ലുക്കപ്പ് എന്താന്ന് പറയട്ടെ. വി ലുക്കപ്പ് മീൻസ് വേർട്ടിക്കൽ ലുക്കപ്പ്. വേർട്ടിക്കൽ ലുക്കപ്പ്, വേർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളില് നമ്മൾ ഒരു വാല്യൂ വേർട്ടിക്കലി സെർച്ച് ചെയ്യാണ്. അതായത് ഇവിടെ എനിക്ക് ഈ എംപ്ലോയി ഐ ഡി മാസ്റ്റർ എംപ്ലോയി ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ വെർട്ടിക്കലി ആണ് നമ്മൾ സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് വെർട്ടിക്കൽ ലുക്കപ്പ്. സോ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലുള്ള ടേബിളിൽ എപ്പോഴും നമുക്ക് ഒരു ഡാറ്റേനെ വെർട്ടിക്കലി ആയിരിക്കും സെർച്ച് ചെയ്യുക. ഇപ്പൊ എനിക്ക് എംപ്ലോയി ഐ ഡി ഈ കോളത്തിൽ വെർട്ടിക്കലി ആണ് സെർച്ച് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് വെർട്ടിക്കൽ ലുക്കപ്പ് ആണ്. സോ എങ്ങനെയാണ് ഫസ്റ്റ് നെയിം നമുക്ക് വെർട്ടിക്കൽ ലുക്കപ്പ് വി ലുക്കപ്പ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം നമുക്ക് അപ്പുറത്തെ ടേബിളിൽ നിന്ന് കൊണ്ടുവരാമെന്ന് നോക്കാം. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് വി ലുക്കപ്പ്. ഇതിന്റെ സിൻടാക്സ് നോക്കൂ. ലുക്കപ്പ് വാല്യൂ, ടേബിൾ അറേ, കോളം ഇൻഡെക്സ് നമ്പർ ആൻഡ് റേഞ്ച് ലുക്കപ്പ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എംപ്ലോയി ഐ ഡി ആണ്. ടേബിൾ അറേ എന്ന് പറയുന്നത് എനിക്ക് മെയിൻ ആയിട്ട് കൊണ്ടുവരേണ്ട ഡാറ്റ കൊണ്ടുവരേണ്ട ടേബിളിനെയാണ് ടേബിൾ അറേ എന്ന് പറയുന്നത്. അത് മാസ്റ്റർ എംപ്ലോയി ലിസ്റ്റിലാണ്. സോ വി നീഡ് ടു ലിങ്ക് ദാറ്റ് പെർട്ടിക്കുലർ ഷീറ്റ്. അപ്പൊ ഞാൻ ഈ മാസ്റ്റർ എംപ്ലോയി ലിസ്റ്റ് എന്നുള്ള ഷീറ്റ് എടുത്തു. അപ്പൊ അതിന്റെ റെഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ടേബിൾ ആണ് എന്റെ ടേബിൾ മീൻസ് സെർച്ച് ചെയ്യാനുള്ള മെയിൻ ടേബിൾ. അപ്പൊ ഞാൻ ആ ടേബിൾ കൊടുത്തു. ദെൻ ഇനി അടുത്തത് എന്താ? കോളം ഇൻഡെക്സ് നമ്പർ. ഏത് കോളമാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്? അപ്പൊ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് നെയിം ആണ്. ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് 1, 2, 3 തേർഡ് കോളത്തിലാണ് ഉള്ളത്. സോ കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഞാൻ 3 കൊടുത്തു. ദെൻ അടുത്തത് റേഞ്ച് ലുക്കപ്പ്. നമുക്ക് അപ്രോക്സിമേറ്റ് മാച്ച് ആണോ എക്സാക്ട് മാച്ച് ആണോ വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് വേണ്ടത് എക്സാക്ട് മാച്ച് ആണ്. അതായത് 1054 എന്നുള്ള എംപ്ലോയിനെ ഞാൻ സെർച്ച് ചെയ്താൽ 1054 ഉണ്ടെങ്കിൽ 1054ന്റെ ആൻസർ എനിക്ക് തരണം. അല്ല 1054 ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നോട്ട് അവൈലബിൾ എന്നുള്ള ആൻസർ മതി. അല്ലാതെ അപ്രോക്സിമേറ്റ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1054 ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ 1052 ഓർ 1055 സംതിങ് ലൈക്ക് ദാറ്റ്. അതിന്റെ അപ്രോക്സിമേറ്റ് മാച്ച് വരുന്ന ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് റിട്ടേൺ ചെയ്യും. എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് ആ കറക്റ്റ് എംപ്ലോയി ആണ് വേണ്ടത്. സോ ഐ എം ചൂസിങ് ദ ഓപ്ഷൻ ഫോൾസ്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. സോ നോക്കൂ, ആ എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിം എനിക്ക് കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ലുക്കപ്പ് വർക്ക്സ്. ഇപ്പൊ വി ലുക്കപ്പ് എങ്ങനെയാ ഇതില് ഈ ഫോർമുല എനിക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത സെല്ലിലേക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യാം. പക്ഷെ കോപ്പി ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും എടുക്കേണ്ടത് ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു പെർട്ടിക്കുലർ ടേബിളിൽ നിന്ന് തന്നെയാണ്. സോ ഈ ടേബിൾ എന്ന് പറയുന്ന ടേബിളിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ കോപ്പി ചെയ്യുന്നതിന് മുമ്പ് ആ ടേബിൾ റെഫറൻസ് കോപ്പി ചെയ്ത് മീൻസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുക, ആബ്സല്യൂട്ട് റെഫറൻസിങ് കൊടുക്കുക. Okay, then you can copy the formula to other cells. So I got the answer over here. Okay, so this is how VLOOKUP works. ഇനി നമുക്ക് അടുത്തത് എച്ച് ലുക്കപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിനെ ഒരു ടേബിളിൽ ഹൊറിസോണ്ടലി സെർച്ച് ചെയ്യുന്നതിനെയാണ് എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിപ്പോ ഈ XP200 എന്നുള്ള പ്രോഡക്റ്റിനെ ഈ ടേബിളില് ഇവിടെ ഈ ഒരു ഇതില്
ഹൊറിസോണ്ടലി ആണ് സെർച്ച് ചെയ്യേണ്ടത്. സോ വി വിൽ ബി യൂസിങ് ഹൊറിസോണ്ടൽ ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്. ഈ ഒരു ടേബിൾ സ്ട്രക്ചറിൽ എപ്പോഴും നമുക്ക് ഹൊറിസോണ്ടൽ ലുക്കപ്പ് ആയിരിക്കും വേണ്ടി വരിക. ദാറ്റ് ഈസ് കോൾഡ് എച്ച് ലുക്കപ്പ്. അപ്പൊ എനിക്കിവിടെ വേണ്ട എന്താന്ന് വെച്ചാൽ ഓരോ പ്രോഡക്റ്റിന്റെയും, അതായത് ഈ XP200 എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഓരോ ഇൻവെന്ററിയുടെയും വാല്യൂസ് ആണ് എനിക്ക് വേണ്ടത്. സോ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. വി ക്യാൻ യൂസ് എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ ഹിയർ. എച്ച് ലുക്കപ്പ്, എച്ച് ലുക്കപ്പിന്റെയും സിൻടാക്സ് സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് ലൈക്ക് വി ലുക്കപ്പ് ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് കോളം ഇൻഡെക്സ് ഇവിടെ റോ ഇൻഡെക്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ലുക്കപ്പ് വാല്യൂ ചൂസ് ചെയ്തു. സെർച്ച് ചെയ്യേണ്ട വാല്യൂ എനിക്ക് XP200 ആണ്. ദെൻ ടേബിൾ അറേ വിച്ച് ഇസ് ദിസ് വൺ, ആൻഡ് അതിലെ ഈ റേഞ്ച് ഓഫ് സെൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതിലെ റേഞ്ച് ഓഫ് സെൽസും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടേബിളിലെ എത്രാമത്തെ റോയിലെ വാല്യൂ ആണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അത് എനിക്ക് വെയർഹൗസ് 1ന്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, വിച്ച് ഈസ് ഇൻ ദ സെക്കൻഡ് റോ ഓഫ് ദിസ് പെർട്ടിക്കുലർ ടേബിൾ. സോ റോ ഇൻഡെക്സ് നമ്പർ ഇസ് 2 ആൻഡ് ഐ നീഡ് ദ എക്സാക്ട് മാച്ച്. സോ അതും കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻറ്റർ ചെയ്യാം. സോ ഐ ഗോട്ട് ദ വെയർഹൗസ് 1 ഇൻവെന്ററി ഡീറ്റെയിൽസ് ഓഫ് XP200 വിച്ച് ഇസ് 150. ഓക്കെ, സോ ഇതും വി ലുക്കപ്പ് പോലെ തന്നെ ഈസിയാണ്. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോളം ഇൻഡെക്സ് നമ്പറിന് പകരം റോ ഇൻഡെക്സ് നമ്പർ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് വി ലുക്കപ്പ് ആൻഡ് എച്ച് ലുക്കപ്പ്. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് വിച്ച് ഈസ് ഓൺലി അവൈലബിൾ ഇൻ ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് എക്സൽ. പഴയ എക്സലിന്റെ വേർഷൻസിലൊന്നും അവൈലബിൾ അല്ല, പുതിയ എക്സലിന്റെ വേർഷൻസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എക്സ് ലുക്കപ്പ്, വിച്ച് ഇസ് ലൈക്ക് എ റീപ്ലേസ്മെന്റ് ഫോർ വി ലുക്കപ്പ് ആൻഡ് എച്ച് ലുക്കപ്പ്. ദാറ്റ് ഇസ് നമുക്കിപ്പോ ഹൊറിസോണ്ടലി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എച്ച് ലുക്കപ്പ് വേണം, വെർട്ടിക്കലി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ലുക്കപ്പ് വേണം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് എക്സ് ലുക്കപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എക്സ് ലുക്കപ്പ് ഈസ് കൺസിഡേർഡ് ആസ് റീപ്ലേസ്മെന്റ് ഫോർ വി ലുക്കപ്പ് ആൻഡ് എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് എക്സ് ലുക്കപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എനിക്കിപ്പോ ലാസ്റ്റ് നെയിം കൊണ്ടുവരണം. മാസ്റ്റർ ഇൻവെന്ററി ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മാസ്റ്റർ എംപ്ലോയി ലിസ്റ്റിൽ നിന്ന് എനിക്ക് ലാസ്റ്റ് നെയിം കൊണ്ടുവരണം ഓരോ എംപ്ലോയീസിലെ. സോ ഐ എം യൂസിങ് ദ എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ ഓവർ ഹിയർ. This is a syntax: lookup value, lookup array, return array, if not found, match mode, search mode. Lookup value എന്ന് പറയുന്നത് എംപ്ലോയി ഐ ഡി ആണ്. അപ്പൊ ഞാൻ എംപ്ലോയി ഐ ഡി എടുത്തു. ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് മാസ്റ്റർ എംപ്ലോയി ലിസ്റ്റിലെ എംപ്ലോയി ഐ ഡി മാത്രം സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു അറേ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ആസ്കിംഗ് ഫോർ ദ ടേബിൾ അറേ, ഇറ്റ് ഇസ് ആസ്കിംഗ് ഫോർ ലുക്കപ്പ് അറേ. സോ അത് സെർച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലിസ്റ്റിൽ നിന്നാണ്. സോ ഐ എം സെലക്ടിങ് ദിസ് ലിസ്റ്റ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് എന്താ? റിട്ടേൺ അറേ. ഏത് അറേ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്? അത് കോളം ഇൻഡെക്സോ റോ ഇൻഡെക്സോ ഒന്നല്ല ചോദിക്കുന്നത്, അറേ ആണ്, റിട്ടേൺ ചെയ്യാനുള്ള അറേ ആണ് ചോദിക്കുന്നത്. സോ എനിക്ക് ലാസ്റ്റ് നെയിം ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ആ ലാസ്റ്റ് നെയിമിന്റെ ആ ഒരു കോളം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇഫ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 1054 എന്നുള്ള മാച്ചിങ് എംപ്ലോയി ഐ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ നോട്ട് അവൈലബിൾ എന്നുള്ള മെസ്സേജ് അവിടെ ടൈപ്പ് ചെയ്തു. ഇനി മാച്ച് മോഡ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ മാച്ച് മോഡ് ഉണ്ട്. എക്സാക്ട് മാച്ച് ഉണ്ട്, പിന്നെ അപ്രോക്സിമേറ്റ് മാച്ചിന് പകരം എക്സാക്ട് ഓർ നെക്സ്റ്റ് സ്മോളർ ഐറ്റം ഉണ്ട്, എക്സാക്ട് ഓർ നെക്സ്റ്റ് ലാർജർ ഐറ്റം ഉണ്ട്, വൈൽഡ് കാർഡ് ക്യാരക്ടർ മാച്ച് ഉണ്ട്. ഞാനിവിടെ എക്സാക്ട് മാച്ച് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ സെർച്ച് മോഡ് ഈസ് ഓൾസോ ദ ഫസ്റ്റ് ടു ലാസ്റ്റ് സെർച്ച് ചെയ്യണോ, ലാസ്റ്റ് ടു ഫസ്റ്റ് സെർച്ച് ചെയ്യണോ, ബൈനറി സെർച്ച് ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ്. ഞാൻ ഫസ്റ്റ് ടു ലാസ്റ്റ് സെർച്ച് ചെയ്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സോ ഐ ഗോട്ട് ദ റിസൾട്ട് ഓവർ ഹിയർ. സോ ഞാൻ എക്സ് ലുക്കപ്പ് വെച്ചിട്ട് വെർട്ടിക്കൽ സെർച്ചിങ് എനിക്ക് നടത്താൻ പറ്റും. സോ ഇതേ എക്സ് ലുക്കപ്പ് തന്നെ വെച്ചിട്ട് എനിക്ക് ഹൊറിസോണ്ടൽ സെർച്ചിങ് നടത്താൻ പറ്റും. അതായത് ഞാനിപ്പോ ഈ എച്ച് ലുക്കപ്പിന്റെ ടേബിളിൽ വരാണ്, ഷീറ്റിൽ വന്നു, എനിക്ക് ഈ XP200ന്റെ വെയർഹൗസ് 2 ഡീറ്റെയിൽസ് കിട്ടണം. അപ്പൊ ഞാനത് എക്സ് ലുക്കപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. സോ ഐ എം യൂസിങ് ദ ഫംഗ്ഷൻ എക്സ് ലുക്കപ്പ്. ദെൻ ലുക്കപ്പ് വാല്യൂ ഇസ് XP200. ലുക്കപ്പ് array is this one. This is a lookup array. Then return array is warehouse 2. Warehouse 2 ആണ് return array. ഇനി if not found എന്ന് പറയുമ്പോൾ ഞാൻ not available. ഓക്കെ, ഇപ്പൊ ഇവിടെ സിൻടാക്സ് നോക്കി ടൈപ്പ് ചെയ്ത് പോയാൽ മതി. നമ്മൾ ഇഫ് നോട്ട് ഫൗണ്ട് വരെ ടൈപ്പ് ചെയ്തു. ഇനി മാച്ച് മോഡ് ആണ്. മാച്ച് മോഡ് എന്ന് പറയുന്നത് എനിക്ക് എക്സാക്ട് മാച്ച് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എക്സാക്ട് മാച്ച് ചൂസ് ചെയ്തു. ദെൻ സെർച്ച് മോഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ് വേണ്ടത്, അതും ഞാൻ ചൂസ് ചെയ്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. So I got the warehouse 2 inventory details of XP200. So നമുക്ക് X lookup വെച്ചിട്ട് vertical lookup ചെയ്യാൻ പറ്റും, horizontal lookup ചെയ്യാൻ പറ്റും. So it's just like a replacement for V lookup and H lookup. So that's about X lookup. ഇനി രണ്ട് lookup functions ആണ് വരുന്നത്. That is index and match.
ഇൻഡെക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇൻഡെക്സ് ഒരു പൊസിഷനിലുള്ള ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഈ ടേബിളിലെ ഫസ്റ്റ് പൊസിഷനിലെ ഫസ്റ്റ് റോയിലെ ലൈക്ക് എനിക്ക് ഈ എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെന്റ് റിട്ടേൺ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 1054 എന്നുള്ള എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫോർത്ത് കോളത്തിലെ വാല്യൂ എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. അപ്പൊ എനിക്കിപ്പോ അത് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇൻഡെക്സ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ഓക്കെ, ദെൻ ദിസ് ഇസ് എ സിൻടാക്സ്. ആ മേളിലത്തെ സിൻടാക്സ് എടുത്താൽ മതി. അറേ, റോ നമ്പർ ആൻഡ് കോളം നമ്പർ. അപ്പൊ അറേ എന്ന് പറയുന്നത് ഇതാണ് അറേ. ഇതിൽ നിന്നാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ ടേബിൾ ഫുൾ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ദിസ് ഇസ് എ അറേ. ദെൻ റോ നമ്പർ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് റോയിലുള്ള വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ റോ നമ്പർ ഞാൻ കൊടുത്തു. ആൻഡ് കോളം നമ്പർ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ഫോർത്ത് കോളത്തിലെ ദാറ്റ് ഇസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ 4 എന്ന് കൊടുത്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്റർ അടിച്ചു. സോ ഐ ഗോട്ട് സോറി, ഞാനിവിടെ നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കോളം ഹെഡേഴ്സ് സെലക്ട് ചെയ്യണ്ട. ഓക്കെ, ലെറ്റ്സ് ഡു ദ ഇൻഡെക്സ് ഫംഗ്ഷൻ വൺസ് അഗെയിൻ. ദാറ്റ് ഇസ് ഇൻഡെക്സ് ആൻഡ് മാച്ച് എംപ്ലോയി ലിസ്റ്റിൽ കോളം ഹെഡർ സെലക്ട് ചെയ്യണ്ട. സെലക്ട് ചെയ്യാതെ അറേ സെലക്ട് ചെയ്തു. ദെൻ റോ നമ്പർ ഇസ് 1 ആൻഡ് കോളം നമ്പർ ഇസ് 4. ഓക്കെ, ദെൻ എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ എംപ്ലോയി ദാറ്റ് ഇസ് ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, സോ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് റോയിലെ ഫോർത്ത് കോളത്തിലെ ഞാൻ ആ സെലക്ട് ചെയ്ത റേഞ്ച് ഓഫ് സെൽസ് ഇല്ലേ, അറേയിലെ 822 to I38 അതിലെ ഫസ്റ്റ് റോയിലെ ഫോർത്ത് കോളത്തിലെ വാല്യൂ റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, ഇത് തന്നെ എനിക്ക് അടുത്ത ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ അറേ കോൺസ്റ്റന്റ് ആക്കാം, എന്നിട്ട് എനിക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, പക്ഷെ ഇത് കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എപ്പോഴും നമ്മൾ കോപ്പി ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് റോ ഫോർത്ത് കോളം എന്ന് പറയുന്നത് തന്നെയായിരിക്കും വരിക. ഫസ്റ്റ് റോ ഫോർത്ത് കോളം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എല്ലായിടത്തും എനിക്ക് 80 എന്നുള്ള ഒരു ആൻസർ തന്നെയായിരിക്കും എനിക്ക് കിട്ടാം. സോ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, പൊസിഷൻ കൊടുത്തിട്ട് അതിന്റെ വാല്യൂ എടുക്കുക എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി ടഫ്. അതായത് ഇപ്പൊ എനിക്ക് ഒരു എംപ്ലോയി ഒരു ടേബിളിൽ ഏത് പൊസിഷനിലാണെന്ന് എനിക്ക് എപ്പോഴും അറിയണം എന്നില്ല. സപ്പോസ് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 3000 എംപ്ലോയീസ് ഉള്ള ഒരു ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ എംപ്ലോയി എത്രാമത്തെ റോയിലാണെന്നുള്ളത് എനിക്ക് അറിയണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡെക്സ് എന്നുള്ളത് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി നമ്മൾ മാച്ച് ആണ് നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് മാച്ച് ഫംഗ്ഷൻ. മാച്ച് ഫംഗ്ഷൻ എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. മാച്ച് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒരു ന്യൂമറിക് പൊസിഷൻ ഓഫ് എ വാല്യൂ, ഒരു വാല്യൂ ഏത് പൊസിഷനിലാണെന്നുള്ളതാണ് മാച്ച് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. സോ ലെറ്റ് സീ ഹൗ മാച്ച് ഫംഗ്ഷൻ വർക്ക്സ്. സോ മാച്ച് എന്നുള്ള ഫംഗ്ഷൻ എടുത്തു, ഇനി ലുക്കപ്പ് വാല്യൂ എടുത്തു. ദെൻ ലുക്കപ്പ് അറേ ഇസ് ദിസ് വൺ. എനിക്ക് ഈ 1054 എന്നുള്ളത് സെർച്ച് ചെയ്യേണ്ടത് ഈ എംപ്ലോയി ID എന്നുള്ള ഈ കോളത്തിലാണ്. സോ അതുകൊണ്ടാണ് ലുക്കപ്പ് അറേ എന്ന് പറയുന്നത്. സോ ഞാൻ ആ ലുക്കപ്പ് അറേ സെർച്ച് ചെയ്ത് കൊടുത്തു. ഇനി അതില് എക്സാക്ട് മാച്ച് ആണ് എനിക്ക് വേണ്ടത്. സോ ഈ ഇത് ഞാൻ എൻ്റർ ചെയ്യാൻ നേരത്തെ എനിക്കിവിടെ നമ്പർ കിട്ടും. അതായത് ഈ 1054 എന്നുള്ള വാല്യൂ ഈ ടേബിളില് എത്രാമത്തെ റോയിലാണ് വരുന്നതെന്നുള്ളതാണ് റിട്ടേൺ ചെയ്ത് തരുന്നത്. സോ എല്ലാത്തിന്റെയും പൊസിഷൻ ഏത് എംപ്ലോയി ആയാലും ആ എംപ്ലോയിയുടെ പൊസിഷൻ ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഈ 1074 1078 1284 ഇതിന്റെയൊക്കെ പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ആബ്സല്യൂട്ട് അറേനെ ആബ്സല്യൂട്ട് റെഫറൻസ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓരോ എംപ്ലോയീസിന്റെയും പൊസിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സും മാച്ചും കൂടെ. നമുക്കറിയാം ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ കൊടുത്താൽ അതിലെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്ത് തരാം. നമുക്ക് പൊസിഷൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇൻഡെക്സ് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡെക്സിന്റെ ഉള്ളിൽ മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വാല്യൂസ് റിട്ടേൺ ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം. സോ മോസ്റ്റ് കോമൺലി നമ്മൾ ഇൻഡെക്സും മാച്ചും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്തിട്ടാണ് ഒരു വാല്യൂ സെർച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സോ ഞാൻ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇൻഡെക്സ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. ദെൻ ദിസ് ഇസ് എ അറേ. വാല്യൂ കണ്ടുപിടിക്കാനുള്ള അറേ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കോളം ഹെഡേഴ്സ് ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് എ അറേ. ഇനി റോ നമ്പർ എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല. ഒരു എംപ്ലോയി ഏത് റോയിലാണെന്നുള്ളത് എനിക്ക് അറിയില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് റോ നമ്പർ
ഈ ഇതിൽ സിൻടാക്സിൽ റോ നമ്പർ നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള മാച്ച് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ മാച്ച് എന്താ ചെയ്യുന്ന, ഒരു പൊസിഷൻ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളില് ഞാൻ മാച്ച് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. മാച്ചിൽ ആദ്യം തന്നെ കൊടുക്കേണ്ടത് ലുക്കപ്പ് വാല്യൂ ആണ്, വിച്ച് ഇസ് 1054. ആൻഡ് ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് ഇതാണ്, ഈ എംപ്ലോയി ഐ ഡിയുടെ കോളമാണ്. അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്യാണ്, ഞാൻ കോളം ഹെഡേഴ്സ് ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ദ മാച്ച് ടൈപ്പ് ഇസ് എക്സാക്ട് മാച്ച്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ മാച്ച് ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ഏതാണ് പൊസിഷൻ, ആ ഒരു എംപ്ലോയിയുടെ പൊസിഷൻ ഏതാണെന്നുള്ളത് റിട്ടേൺ ചെയ്യും. അപ്പൊ റോ നമ്പർ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി അടുത്തത് കോളം നമ്പർ, ഏത് കോളം ആണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളം കൊടുക്കുക. അപ്പൊ 4th കോളം ആണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. ഞാൻ കോളം നമ്പർ 4 കൊടുത്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. സോ കണ്ടോ, എനിക്ക് ഓരോ എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെന്റ് കിട്ടി. ബിക്കോസ് ഇവിടെ ആദ്യം വർക്ക് ചെയ്യുന്നത് മാച്ച് എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും. മാച്ച് ഫംഗ്ഷൻ ആ വാല്യൂ ഏത് പൊസിഷനിലുള്ളതാണെന്ന് കിട്ടും. അപ്പൊ ആ റോ നമ്പർ നമുക്ക് കിട്ടും. ആ റോ നമ്പർ വെച്ച് വർക്ക് ചെയ്ത് ഇൻഡെക്സ് വർക്ക് ചെയ്ത് ആ പൊസിഷനിലുള്ള വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്തിടും. സോ ഇതെനിക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുന്നതിന് മുന്നേ ആബ്സല്യൂട്ട് റെഫറൻസ് ആക്കാനുള്ളതെല്ലാം ആബ്സല്യൂട്ട് റെഫറൻസ് ആക്കുക. ബിക്കോസ് ടേബിൾ അറേയും കോളം അറേയും എല്ലാം സെയിം ആണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കേണ്ടത്. സോ കോപ്പി ചെയ്യുക, കോൺസ്റ്റന്റ് ആക്കാം. ഓക്കെ, ഇവിടെയും ഈ അറേയും ഞാൻ കോൺസ്റ്റന്റ് ആക്കാണ്. ഓക്കെ, ഇനി ഞാൻ ഇത് കോപ്പി ചെയ്യാണ്, ബാക്കിയുള്ള സെൽസിലേക്ക് കോപ്പി ചെയ്യാണ്. സോ ഐ വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ദ എംപ്ലോയീസ്. സോ ദിസ് ഈസ് ഹൗ index and match work. So this is about lookup function. We have studied about VLOOKUP, HLOOKUP, XLOOKUP, index and match. സോ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് നിങ്ങൾ എക്സലിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. ഫർദർ മോർ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് A Square Technologies. താങ്ക് യു.